ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടർ ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ്. നമ്മൾ ഇന്ന് ഡിസംബർ 7 വാർത്തയാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് ഫൈനലി ഗോ ഇൻ ടു ദ ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. ഇതിൽ നമുക്ക് ഇന്നത്തെ വാർത്ത ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ വാർത്ത കംപ്ലീറ്റ്ലി സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നത് എക്കണോമിക്സ് വെച്ചിട്ടാണ്. എക്കണോമിയുടെ കുറേ വാർത്തകളുണ്ട്, കാരണം അതിന് പ്രത്യേക കാരണമുണ്ട്. കാരണം ഡിസംബർ 6 തന്നെ ഓൾറെഡി മോണിറ്ററി പോളിസി കമ്മിറ്റി. സോ ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എക്കണോമിക്സിൽ യു ഷുഡ് ബി നോയിങ് വാട്ട് ഈസ് മോണിറ്ററി പോളിസി കമ്മിറ്റി. ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ തന്നെ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി? RBIയുടെ പ്രധാനപ്പെട്ട റേറ്റുകൾ, അതായത് ബെഞ്ച് മാർക്ക് റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ റിപ്പോ റേറ്റും ഇതൊക്കെ മാറ്റണോ വേണ്ടയോ എന്നിങ്ങനെ കുറേ നാളായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓൾറെഡി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയുടെ GDP റേറ്റ് താഴ്ന്നു, 5.4% GDP ഗ്രോത്ത് റേറ്റ് താഴ്ന്നു. അപ്പോൾ ഗ്രോത്ത് റേറ്റും ഇതും താഴ്ന്ന സമയത്തും ഒരു ഓൾറെഡി ഒരു ഗ്രോത്ത് റേറ്റ് കുറയുന്ന സമയത്ത് നമുക്ക് എക്കണോമിക്ക് ഒരു പമ്പ് ഒരു പുഷ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ റിപ്പോ റേറ്റിങ്ങിനെ മാറ്റുമോ ഇല്ലേന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഓൾറെഡി ചർച്ച ഉണ്ടായിരുന്നു. സോ അതിൽ നമുക്കിവിടെ പ്രധാനമായിട്ടും വന്നൊരു കാര്യമാണ് ഇതിനകത്ത് ഓൾറെഡി റിപ്പോ റേറ്റ് 6.5% തന്നെയാണ് വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് എക്കണോമിക്സിൽ പ്രിലിംസ് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വാട്ട് ഈസ് റിപ്പോ റേറ്റ്. ഈ റേറ്റുകളൊക്കെ അറിഞ്ഞിരിക്കണം. RBIയുടെ ഫങ്ഷൻസ് കംപ്ലീറ്റ്ലി അറിഞ്ഞിരിക്കണം. യു ഷുഡ് നോ വാട്ട് ഈസ് റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, SLR, CRR, മാർജിൻ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. RBIയുടെ മുഴുവൻ മോണിറ്ററി പോളിസി ടൂൾസും എല്ലാം നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം. എന്താണ് അതിൻ്റെ ടൂൾസ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. അതേപോലെ തന്നെ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും, ഇത് UPSCയുടെ ഏറ്റവും ഫേവറേറ്റ് ഏരിയ ആണ്. നിങ്ങൾ ഇപ്പം തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ തന്നെ നല്ലതാണ്. ഡിഫ്ലേഷനും ഇൻഫ്ലേഷനും രണ്ട് തരം. കഴിഞ്ഞ 2-3 ദിവസം മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തു. ശ്രീലങ്കയിൽ ഡിഫ്ലേഷൻ വന്നു. ഇപ്പോൾ വിലക്കയറ്റം പോലെ വില ഭയങ്കരമായിട്ട് ലോ ആയിട്ട് വരും, പ്രൈസസ് ഭയങ്കരമായിട്ട് താഴ്ന്നു വരുന്നതാണിത്. സോ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും വരുന്ന സമയത്ത് RBI ഈ ടൂൾസ് എന്താണ് ചെയ്യുന്നത്? ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ വരുന്ന സമയത്ത് RBI റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യുമോ, കൂട്ടുമോ, കുറയ്ക്കുമോ, റിവേഴ്സ് റിപ്പോ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരിക്കൽ വൺ ടൈം ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് UPSC ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ഒരു ധാരണ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളിവിടെ ഓർമ്മിപ്പിക്കുന്നത്. സോ ഇപ്രാവശ്യം നമുക്ക് ഓൾറെഡി ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ റിപ്പോ റേറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അറിയാം, ബാങ്കുകൾ, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIയുടെ അടുത്തുനിന്ന് കടം വാങ്ങിക്കുന്നതാണ് റിപ്പോ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. RBIയുടെ അടുത്തുനിന്ന് നമ്മൾ കടം വാങ്ങിക്കും. ഈ പൈസ നമ്മൾ തിരിച്ചെടുക്കും. ബാങ്കുകൾ തിരിച്ചെടുത്തിട്ട് ഈ പൈസ ബാങ്ക് ലോൺ കൊടുക്കും. ബാക്കി ലോണും മറ്റു കാര്യങ്ങളും കൊടുക്കും. സോ ഡെഫിനറ്റ്ലി ഈ ഒരു ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. RBI റിവേഴ്സ് റിപ്പോ അല്ലെങ്കിൽ റിപ്പോ റേറ്റ് കൂട്ടി ഇൻഫ്ലേഷൻ ഉണ്ട്, അപ്പോൾ ഡെഫിനറ്റ്ലി കൂട്ടി വരികയാണ്. ഇപ്പോൾ ഉദാഹരണം 6.5 ആണെന്ന് വിചാരിക്കും, ജസ്റ്റ് 10% ആയി എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ 10% ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബാങ്ക് ഇവിടെ നിന്ന് പൈസ എടുക്കില്ല, കാരണം ഭയങ്കര വലിയ പലിശയല്ല. അപ്പോൾ RBIയുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ ബാങ്കിന്റെ കയ്യിൽ ബാങ്കും ലോൺ കൊടുക്കില്ല, കാരണം ബാങ്കിന്റെ പൈസ ഇല്ല. ലോൺ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 7% ആണെന്ന് വിചാരിക്കുക. ബാങ്ക് എന്ത് ചെയ്യും, നേരെ അത് 13% കൊണ്ടുവയ്ക്കും. അത് 13% കൊണ്ടുവയ്ക്കും, ആരും എടുക്കണ്ട. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ലോൺ ഡിപ്പെൻഡ് ചെയ്യുന്ന പബ്ലിക്, സാധാരണ ആൾക്കാർ പൈസ വാങ്ങില്ല. സാധാരണ ആൾക്കാർ ലോൺ എടുക്കില്ല, ലോൺ എടുക്കാതിരിക്കും. ലോൺ എടുത്തില്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ആൾക്കാരുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉണ്ടാവില്ല, സാധനങ്ങൾ വാങ്ങിക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പോൾ എക്കണോമിയിൽ മൊത്തത്തിൽ മണി സപ്ലൈ അല്ലെങ്കിൽ മണി ഫ്ലോ കുറവായിരിക്കും. സോ ഇതാണ് റിപ്പോ റേറ്റ് കുറയ്ക്കണം. 6.5 എന്ന് ശരിക്കും കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടും ഇപ്രാവശ്യം റിപ്പോ റേറ്റ് കുറച്ചിട്ടില്ല എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഇതാണ്. പക്ഷേ ഓൾമോസ്റ്റ് ക്യാഷ് CRR കുറച്ചിട്ടുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. CRR ഓൾറെഡി ക്യാഷ് റിസർവ് റേഷ്യോ ഇതിൽ കണ്ടോ, ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്പോസിറ്റ്സ് ദാറ്റ് ബാങ്ക്സ് മസ്റ്റ് സെറ്റ് അസൈഡ് വിത്ത് ദ സെൻട്രൽ ബാങ്ക് ഹാസ് ബീൻ കട്ട് ബൈ 50 basis to 4%. CRR 4% ആയിട്ട് കുറച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാവുക. സോ CRR ഓൾമോസ്റ്റ് 4% ആയിട്ട് കുറച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് എ വെരി ഗുഡ് തിങ്. അതൊരു വളരെ ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം തന്നെയാണ്. CRR 4% ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ബാങ്ക്, ഇതൊരു X എന്ന് പറഞ്ഞൊരു ബാങ്ക് ആണെന്ന് വിചാരിക്കുക. ഈ ബാങ്കിൻ്റെ കുറേ പൈസ ഉണ്ട്, 1000 കോടി രൂപയുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ബാങ്ക് തുടങ്ങുകയാണ്. അപ്പോൾ RBI പറയാണ് അങ്ങനെ തുടങ്ങാൻ പറ്റുമൊന്നുമില്ല, ഈ 1000 കോടി നിങ്ങൾക്ക് മുഴുവൻ ലോൺ കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. അതിനകത്തുനിന്ന് ഒരു 250 കോടി RBIയിൽ കൊണ്ടുവച്ചോ എന്ന് പറഞ്ഞു, സെക്യൂരിറ്റി RBIയിൽ കൊണ്ടുവച്ചോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. അത് കഴിച്ചിട്ടുള്ള ബാക്കി പൈസ ലോൺ കൊടുത്താൽ മതി. ഇതൊരു സെക്യൂരിറ്റി പോലെ ഇവിടെ ഇരിക്കട്ടെ, ലൈക്ക് എ സെക്യൂരിറ്റി ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ബാങ്ക് കൂട്ടിക്കൊണ്ടിരിക്കും. അതായത് എപ്പോഴെങ്കിലും RBIക്ക് തോന്നുകയാണ് ബാങ്കിന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്, ഈ പൈസ എല്ലാം ആൾക്കാരുടെ കൊടുത്ത് ആ മണി ഇത് പമ്പ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ RBI പതുക്കെ ഈ CRR കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 250 കോടി വെക്കാൻ പറഞ്ഞു, ചിലപ്പോൾ 1000 കോടി കയ്യിലുണ്ടെങ്കിൽ RBI പറയും നിങ്ങളുടെ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാനുണ്ടല്ലേ, അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു പണി തരാം,
1000 കോടിയല്ലേ, ഒരു 600 കോടി RBI കൊണ്ടുവച്ചു. ഞാനിത് എക്സാമ്പിൾ പറയുന്ന കേട്ടോ, അങ്ങനെ അത്രയും പൈസ വെക്കുന്നല്ല. അപ്പോൾ ബാക്കി എന്തുണ്ടോ അത് വെച്ചിട്ട് ബാങ്കിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, കടം കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെ ഒരു കൺട്രോൾ മെഷറാണ്. അപ്പോൾ എത്രയോ വർഷത്തിന് ശേഷമാണെന്നാണ് പറയുന്നത്, ഓൾമോസ്റ്റ് 2.5 വർഷത്തിന് ശേഷമാണ് ക്യാഷ് റിസർവ് റേഷ്യോ CRR ഭയങ്കരമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സോ എത്രയോ വർഷത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് കൂടുതൽ ഇൻഫ്ലേഷനും കാര്യങ്ങളും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വന്നിരിക്കുന്നത് ഇതിനെ കുറിച്ചിട്ടാണ്. പിന്നെ മോണിറ്ററി പോളിസി ഡെഫിനറ്റ്ലി MPC മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ട് RBIയുടെ, ഇടയ്ക്കിടയ്ക്ക് ഇവർ കൂടിയിട്ടാണല്ലോ റേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് വരേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇതിനകത്തല്ല എനിക്കൊന്ന് നാഷണൽ പേജിൽ ഇതിനെക്കുറിച്ച് വേറൊരു വാർത്തയുണ്ട്. യു ഷുഡ് നോ വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ്, ഇതിൽ തന്നെ പറയുന്നുണ്ട്, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് FCNRB എന്ന് പറയുന്നത് എന്താണെന്നല്ലേ, ഫോറിൻ കറൻസി നോൺ റെസിഡൻഷ്യൽ ബാങ്ക് ഡെപ്പോസിറ്റ്. ഇതാണ് FCNRB. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇന്ന് ഒരുപാട് എക്കണോമിക്സ് ഉണ്ട് കേട്ടോ, വാർത്തയിലും ഞാൻ ലാസ്റ്റ് പേജിലൊക്കെ ഇതിനകത്തുണ്ട്. എന്താണ് FCNRB എന്ന് ഉദ്ദേശിക്കുന്നത്? ഫോറിൻ കറൻസി നോൺ റെസിഡന്റ്, അതായത് പുറത്തുള്ള ആൾക്കാർ, ഇങ്ങനത്തെ ഡെപ്പോസിറ്റുകളെ കുറിച്ചിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ FCNRB ബാങ്ക് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ US വിചാരിക്കാം, നിങ്ങൾ US നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഡോളേഴ്സ് ഉണ്ട്, ഒരുപാട് പൈസ ഇരിപ്പുണ്ട്, എക്സസ് പൈസ ഇരിക്കുകയാണ്. അപ്പോൾ ഈ എക്സസ് പൈസ നിങ്ങൾ ആലോചിക്കുകയാണ്, നിങ്ങൾക്ക് US തന്നെ സ്പെൻഡ് ചെയ്യാം, പക്ഷെ നിങ്ങൾ വിചാരിക്കുകയാണ് ഇല്ല നമുക്ക് ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യാം, ഇന്ത്യയിൽ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ നോർമൽ നമ്മൾ FD ഇടത്തില്ല, നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ബാങ്കിൽ ഇടത്തില്ല, ഇത്ര ലക്ഷം രൂപ ഒക്കെ നമ്മൾ ബാങ്കിൽ ഇടാറുണ്ട്, FD ഇടാറുണ്ട്. അതേപോലെ നിങ്ങളുടെ കയ്യിൽ US ഇരിക്കുമ്പോൾ ഒരുപാട് ഡോളർ ഉണ്ട്, US ഇടുന്നില്ല, എനിക്ക് ഇന്ത്യയിൽ ഇടാനാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ ഉള്ളൊരു ബാങ്കിൽ, ഇവിടുത്തെ ഒരു ബാങ്കിൽ, X എന്ന് പറയുന്ന ഒരു ബാങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന എക്സസ് ഡോളർ നിങ്ങൾ ഇവിടെ FD ഇടും. ഇതിനെയാണ് FCNR എന്ന് പറയുന്നത്. അമേരിക്കയിലല്ല, ഇവിടെ ഇടും, പക്ഷെ ഇവിടെ ഇടുമ്പോൾ ഇന്ത്യൻ റുപ്പിയിലല്ല ഇടുന്നത്, ഇവിടെ ഡോളറിൽ തന്നെയാണ് ഇടുന്നത്. അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റിയും കൂടെ ഉണ്ട്. അത്യാവശ്യം 1 വർഷം മുതൽ 5 വർഷം വരെ നിങ്ങൾക്ക് ഇവിടെ FD ഇടാം, അതും ഡോളറിൽ തന്നെ ഇടാം. അപ്പോൾ FCNR ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ബാങ്ക് ഡെപ്പോസിറ്റിലാണ് നിങ്ങൾക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് റേറ്റും കിട്ടും. പിന്നെ പലതിലും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ കിട്ടുന്ന പൈസയ്ക്ക് ടാക്സും ഇല്ല, അങ്ങനെ കുറേ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ, ഡോളറിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണ് FCNR ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ ഇതിനെക്കുറിച്ച് നല്ലൊരു മെൻഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇത്രയും പഠിപ്പിച്ച സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം, ബാക്കിയെല്ലാം പരസ്യമാണ്, ഇന്ന് മൊത്തം പരസ്യമാണ്, പേജ് നിറച്ച് പരസ്യമാണ്. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ബിസിനസ് പേജിലെ ഒരു വാർത്തയും കൂടെ ഇവിടെ ഒന്ന് പഠിപ്പിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഞാൻ ഇവിടെ എടുത്ത് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെയും കണ്ടോ നിങ്ങൾ ഇങ്ങനൊരു വാർത്ത, എന്തായാലും ഇതിന്റെ കൂട്ടത്തിൽ പഠിച്ച ഒരു കണ്ടിന്യൂറ്റി കിട്ടും. ബാലൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഇൻഫ്ലേഷൻ ഇസ് അൺസെറ്റിൽഡ് സേസ് RBI, ഗവർണർ ദാസ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RBI ഇതെന്തായാലും എക്കണോമിക്സ് വെച്ച് തുടങ്ങി, അപ്പോൾ എന്തായാലും ഇതും കൂടെ പഠിപ്പിച്ചിട്ട് പോകാമെന്നല്ലേ. RBI സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത, ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യണം, ഇതൊരു വലിയ ചലഞ്ചാണ്. ഇൻഫ്ലേഷൻ വെസസ് ഗ്രോത്ത് ചലഞ്ച്. ഗ്രോത്തും ഉണ്ടാക്കണം, ഇത് രണ്ടും ഒരേ സമയത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതാണ് വലിയ സംഭവം. ഇൻഫ്ലേഷൻ കൺട്രോളും ചെയ്യണം, എന്നാൽ ഗ്രോത്ത് കൂട്ടുകയും വേണം. ഇപ്പൊ നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ RBI തന്നെ റിപ്പോ റേറ്റും ഇങ്ങനത്തെ റേറ്റ് ഒക്കെ കൂട്ടി വെക്കുകയാണ്. ഈ റേറ്റ് ഒക്കെ കൂട്ടി വെക്കുക. ഈ റേറ്റ് കൂട്ടി വെക്കുമ്പോൾ ബാങ്ക് RBIയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കില്ല, ബാങ്കിന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, ബാങ്കിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ബാങ്ക് ലോൺ കൊടുക്കില്ല, ബാങ്ക് ലോൺ കൊടുത്തില്ലെങ്കിൽ ആൾക്കാർ ഇത് വാങ്ങില്ല, ആൾക്കാർ വാങ്ങിയില്ലെങ്കിൽ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവില്ല, എക്കോണമിയിൽ വളരെ സ്ലോ വരും. അപ്പോൾ ഒരു തരത്തിൽ അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ എക്കണോമിക് ഗ്രോത്തിൽ കൊണ്ടുപോകും? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. അപ്പോൾ RBIയുടെ എക്കാലത്തെയും വലിയ ചലഞ്ചാണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണം, എന്ന എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരാൻ വേണം. അതൊരു ഭയങ്കര ചലഞ്ചാണ്. പക്ഷെ അതിനുവേണ്ടി പല മെത്തേഡ്സും ചെയ്യാൻ പറ്റും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദർ ഇസ് സംതിങ് വിച്ച് വി ക്യാൻ കോൾ ആസ് ഫിറ്റ്. എന്താണ് ഫിറ്റ് എന്നുള്ളത്? ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾറെഡി ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് നമുക്കറിയാം, RBI തന്നെ പറയാറുണ്ട് 2% മുതൽ 4% വരെ നമുക്ക് ഇൻഫ്ലേഷൻ റേറ്റിന്റെ ഒരു റേഞ്ച് ഉണ്ട്, ഒരു ബാൻഡ്, ഒരു ടോളറൻസ് ലെവൽ ഉണ്ട്, അതുവരെ നമുക്ക് ഇൻഫ്ലേഷൻ കൊണ്ടുവരാം. ഇവിടെ അവർ പറയുന്നുണ്ട് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് വേണം. അതൊരു മീഡിയം ടേമിനാണ് ഇത് പറയുന്നത്. ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു മീഡിയം ടേം എന്ന രീതിയിലേക്കാണ്. ഒരു മീഡിയം ടേമിലേക്ക് നമുക്ക് ഇൻഫ്ലേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതാണ് പുറത്ത് വെക്കുക FIT, ഫ്ലെക്സിബിൾ ഇൻഫ്ലമേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് മറ്റെടുത്ത് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, 2 പ്രധാനപ്പെട്ട റേറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ആർട്ടിക്കിൾ ഇവിടെ എടുത്തു പറയാൻ കാരണം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ
മൈബോർ എന്താണ് ഈ റേറ്റ് എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. വാട്ട് ഇസ് മൈബോർ ആൻഡ് വാട്ട് ഇസ് എംറോർ? മൈബോറും എംറോറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതേപോലെ തന്നെ ഇപ്പൊ പുതിയത് SORR എന്ന് പറഞ്ഞ പുതിയ റേറ്റും കൂടെ ഉണ്ട്. അപ്പൊ ഇതെന്താണെന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചിട്ട് ഞാൻ പോവാം. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. വാട്ട് ഇസ് മൈബോർ, എംറോർ ആൻഡ് SORR? അപ്പൊ നമുക്ക് ആദ്യം മൈബോർ എന്താണെന്ന് നോക്കാം. ജസ്റ്റ് മൈബോർ, MIBOR എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് ഓർത്ത് വെക്കുക. ഇറ്റ് ഇസ് മുംബൈ ഇന്റർ ബാങ്ക് ഓഫർ റേറ്റ്. മുംബൈ, ഇതിനകത്ത് പറയുന്നൊന്നുമില്ല, ഞാൻ എക്സ്ട്രാ കോൺസെപ്റ്റ് ആയിട്ട് പഠിപ്പിക്കുകയാണ് നിങ്ങളെ. മൈബോർ എന്ന് ഉദ്ദേശിക്കുന്നത് മുംബൈ ഇന്റർ ബാങ്ക്, അതായത് ഇന്റർ ബാങ്ക്, ബാങ്കുകൾ തമ്മിലുള്ള, അത് മുംബൈ വളരെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആയതുകൊണ്ട് അതിന്റെ പേര് എങ്ങനെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇന്റർ ബാങ്ക്, മുംബൈ ഇന്റർ ബാങ്ക് ഓഫർ റേറ്റ്സ്, അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇതൊരു തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇതൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഉദാഹരണത്തിന് എക്സാമ്പിൾ ആയിട്ട് കണ്ടാൽ മതി, അങ്ങനെ സംഭവിക്കുന്നതിനോട് ചോദിക്കേണ്ട. ഇപ്പൊ കാനറ ബാങ്ക് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടൊരു ബാങ്കാണ്. ഇപ്പൊ കാനറ ബാങ്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്കും തമ്മിൽ ഒരു കുറച്ച് ആവശ്യമുണ്ട് അവർക്ക്. അപ്പൊ കാനറ ബാങ്കിന് ഇപ്പൊ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് വിചാരിക്കുകയാണ് കുറച്ച് ഫണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ടായി, നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർ ബാങ്കിൽ നിന്ന് തന്നെ അത് എടുക്കാം എന്നാണ് ഇവർ പറയുന്നത്. സോ വാട്ട് യു കൻ ഡു? സോ ദേ തോട്ട് വിൽ ടേക്ക് മണി ഫ്രം കാനറ ബാങ്ക്. സോ IOB പറയാണ് നമുക്ക് കാനറ ബാങ്കിന്റെ നിന്ന് കടം എടുക്കാം. കാനറ ബാങ്ക് IOBക്ക് പൈസ കൊടുക്കും. അങ്ങനെ ഇന്റർ ബാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഫണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കടം വാങ്ങിക്കാം ഒരു ഓവർനൈറ്റ്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം ഓവർനൈറ്റ് ആണ്. പെട്ടെന്ന് നിപ്പിന് എമർജൻസിയിൽ ഫണ്ട് വരുന്ന സമയത്ത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് കുറച്ച് ഫണ്ട് ആവശ്യമുണ്ട്. കാനറ ബാങ്കിന്റെ നിന്ന് നമുക്ക് നമ്മൾ ഫ്രണ്ട്സിൽ നിന്ന് കടം വാങ്ങിക്കുന്ന പോലെ കാനറ ബാങ്കിന്റെ നിന്ന് വാങ്ങിക്കാം. അങ്ങനെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പൈസ കാനറ ബാങ്കിൽ നിന്ന് കടം വാങ്ങിക്കുമ്പോൾ ഒരു നിശ്ചിത ശതമാനം പലിശ, ഇൻട്രസ്റ്റ്, പലിശ കൊടുക്കണ്ടേ? കാനറ ബാങ്കിന് പലിശ കൊടുക്കണം, അല്ല വെറുതെ പൈസ തരില്ലല്ലോ. ആ കൊടുക്കുന്ന പലിശയാണ് ഇവിടെ മൈബോർ എന്ന് വിളിക്കുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്റർ ബാങ്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഇൻട്രസ്റ്റ് ആണ് മൈബോർ അഥവാ മുംബൈ ഇന്റർ ബാങ്ക് ഓഫർ റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന് പല രീതിയുണ്ട് കേട്ടോ. ഇപ്പൊ ലോൺസ് വെച്ചിട്ടും ഡെറിവേറ്റീവ്സും അങ്ങനെ പല രീതിയിലും ഇത് ലോൺ എടുക്കാം. അപ്പോൾ ഇതാണ് വളരെ സിമ്പിൾ ടേംസിൽ മനസ്സിലാക്കുക എന്താണ് മൈബോർ എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നോ അബൌട്ട് ദിസ് കോൺസെപ്റ്റ്. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, മൈബോർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് വേറൊരു സംഭവം, ഇത് നമ്മൾ ഓൾറെഡി പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് എംറോർ എന്ന് പറയുന്നത്? വേറൊന്നുമല്ല, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയാണ്. ഇതും ഒരു ഓവർനൈറ്റ് ലോൺ ആണ്. പക്ഷെ വേറൊരു വ്യത്യാസമുണ്ട്. ഓവർനൈറ്റ് ലോൺ എന്ന് പറയുമ്പോൾ, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ, എക്സ് എന്ന് പറയുന്ന ഒരു ബാങ്കിന് എമർജൻസി ആയിട്ട് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആരെടുത്ത്? RBI അടുത്ത് തന്നെ ചോദിക്കും. റിപ്പോ പോലെ തന്നെ RBI അടുത്ത് തന്നെ ചോദിക്കും. RBI അടുത്ത്. പക്ഷെ ഇത് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടേം ആണ്, ഓവർനൈറ്റ് ആണ്, വളരെ ഷോർട്ട് ടൈം ആയിട്ടാണ് ചോദിക്കുന്നത് മാർജിൻ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്നുള്ളത്. അപ്പോൾ RBI നിന്ന് ലോൺ കൊടുക്കുമ്പോൾ RBI പൈസ കൊടുക്കും. അപ്പൊ ഇതാണ് ഇതിനകത്ത് എംറോർ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് SORR എന്നാണ്. എന്താണ് SORR? ഇതിൽ പറയുന്നുണ്ട് സെക്യൂർഡ് ഓവർനൈറ്റ് റുപ്പി റേറ്റ്. സെക്യൂർഡ് ഇതാണ് ഉദ്ദേശിച്ചത്. സെക്യൂർഡ് ഓവർനൈറ്റ് റുപ്പി റേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറയുന്നത് SORR എന്ന് പറയുമ്പോൾ, SORR വരുമ്പോൾ ഇതൊരു പുതിയ ബെഞ്ച് മാർക്കാണ്, RBIയുടെ പുതിയൊരു ബെഞ്ച് മാർക്ക് റേറ്റ് ആണ്. ഇത് മൈബോറിനെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു റീപ്ലേസ് മൈബോർ. നമ്മുടെ മുംബൈ റേറ്റിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് RBI SORR കൊണ്ടുവന്നിട്ടുള്ളത്. സെക്യൂർഡ് ഓവർനൈറ്റ് റുപ്പി റേറ്റ്. ഇത് മൈബോർ ചെയ്യുന്ന എന്താണ്? ഇന്റർ ബാങ്ക് ചെയ്യുന്ന ട്രേഡ് കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്നു. ഇവിടെ എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടെ റിസ്ക് ഒക്കെ കുറയ്ക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ട്രേഡ് ചെയ്യുന്ന സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുക്കുന്ന സമയത്തും ഇവിടെ കുറച്ചുകൂടെ എന്താണെന്ന് വെച്ചാൽ റിസ്ക് കുറവാണ്. SORR മൈബോർ പോലെയല്ല. ഇപ്പോൾ കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കാനറ ബാങ്കിൻ്റെ നിന്ന് പൈസ വാങ്ങിക്കുമ്പോൾ പലിശ കൊടുക്കുന്നുണ്ട്. പക്ഷേ SORR കുറച്ചുകൂടെ റിസ്ക് ഫ്രീ ആണ്, റിസ്ക് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊളാറ്ററലോ കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ, ഇപ്പൊ നമ്മൾ ഒരു ലോൺ എടുക്കുകയാണ്, നമ്മുടെ ഒന്നും കൊടുക്കാനില്ല, അൺസെക്യൂർഡ് ആയിട്ടില്ല, നമ്മൾ നമ്മുടെ വീടിന്റെ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തിന്റെ എന്തെങ്കിലും കാര്യം എടുത്ത് ബാങ്കിൽ കൊടുക്കുമ്പോൾ ബാങ്കിന് ഒരു ഗ്യാരണ്ടിയാണ്, നമ്മൾ ലോൺ അടച്ചില്ലെങ്കിലും നമ്മുടെ സ്ഥലം അവർ എടുത്തുകൊണ്ട് പോകുന്നില്ല. അതേപോലെ ഇവിടെ റിസ്ക് ഫ്രീ ആക്കാൻ വേണ്ടി SORRൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വെച്ചിട്ട് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കടമെടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. മൈബോറിന് പകരം ഇപ്പോൾ SORR വരുന്നുണ്ട്. അതേപോലെ മാർജിൻ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ട്രെപ്സ്. എക്കണോമിക്സിന്റെ മുഴുവൻ ടോപ്പിക്കുകളാണ്, ഇതെല്ലാം കറണ്ട് അഫയേഴ്സിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇത് എടുത്ത് പറയുന്നതേ ഉള്ളൂ. എന്താണ് ട്രെപ്സ് എന്നുള്ളത്? ട്രഷറി ബില്ലാണ്. ട്രെപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രഷറി ബിൽ റീപർച്ചേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ട്രഷറി ബിൽ റീപർച്ചേസ്.
ഇതാണ് ട്രെപ്സ് എന്ന് വിളിക്കുന്നത്. സോ എന്താണ് ട്രെപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മ്യൂച്വൽ ഫണ്ട്, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിന് പൈസ ഇല്ല, മ്യൂച്വൽ ഫണ്ടാണ്, ഇവർക്ക് പൈസ ഇല്ല, ഇവർക്ക് ഫണ്ട് റേസ് ചെയ്യണം. അപ്പോൾ ഇവർ എന്ത് ചെയ്യും? ഇവർക്ക് മണി വേണം, ഇവരുടെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ ഇവർക്ക് എമർജൻസി ആയിട്ട് ഫണ്ട് ആവശ്യമുണ്ട്, മ്യൂച്വൽ ഫണ്ടിന് ഫണ്ട് ആവശ്യമുണ്ട്. ഇവരെന്ത് ചെയ്യും? ഇവർ ബാങ്കിൻ്റെ, അപ്പോൾ ഇവിടെ ഒരു ബാങ്ക് ഇരിപ്പുണ്ട്, അപ്പോൾ അവർ വിചാരിക്കും നമുക്ക് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കാമെന്നില്ലേ. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് പറയും നമുക്ക് ബാങ്കിൻ്റെ നിന്ന് പൈസ എടുക്കാൻ മണി ആവശ്യമുണ്ടല്ലോ. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ബാങ്കിനടുത്ത് റിക്വസ്റ്റ് ചെയ്യും ഞങ്ങൾക്ക് ഫണ്ട് തരുമെന്ന് ചോദിക്കുമ്പോൾ ബാങ്ക് തിരിച്ച് മ്യൂച്വൽ ഫണ്ട്സിന് ഫണ്ട് കൊടുക്കും, മ്യൂച്വൽ ഫണ്ട്സിന് ഫണ്ട് ചെയ്യും, ബാങ്ക് അങ്ങോട്ട് ഫണ്ട് കൊടുക്കും. പക്ഷേ പകരം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ബോണ്ട് വാങ്ങിച്ചു വയ്ക്കും. നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് സെക്യൂരിറ്റി പോലെ ഒരുതരം ബോണ്ട്, ഗവൺമെൻറ്റിൻ്റെ ബോണ്ട് വാങ്ങിച്ചു വയ്ക്കും, ഒരു ഈട് പോലെ, സെക്യൂരിറ്റി പോലെ. എന്നിട്ട് പൈസ കൊടുക്കും, തിരിച്ച് അവരിത് എടുക്കും. ഈ ബോണ്ട് തിരിച്ച് ഈ പലിശ അടച്ച് ഈ ബോണ്ട് തിരിച്ചെടുക്കും അവർ. സാധാ ലോൺ ചെയ്യുന്ന അതേ മെക്കാനിസമാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട വേറെ കാര്യമൊന്നുമല്ല. സോ ഹാവ് എൻ ഐഡിയ, ബിക്കോസ് ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ആ ആർട്ടിക്കിൾ തന്നെ നോക്കാം. കണ്ടോ, ചെറിയൊരു ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഐ വിൽ ഷോ യു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺടെക്സ്റ്റ് ഹിയർ. ഇതിനകത്ത് തന്നെ കണ്ടോ, ഇതിനകത്ത് മൈബോർ ഡിസ്കഷൻ വരുന്നുണ്ട്. വാട്ട് ഈസ് മൈബോർ, വാട്ട് ഈസ് MR. ഇപ്പോൾ മാർക്കറ്റ് റിപ്പോ ഓവർനൈറ്റ് റേറ്റ് ആണ്, അതാണ് MROR എന്ന് ഉദ്ദേശിക്കുന്നത്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി തന്നെയാണ് RBIയുടെ എന്ന് നമ്മൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് റിപ്പോ ഓവർനൈറ്റ് റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, MSF പോലെ തന്നെയാണത്. പക്ഷേ ഇവിടെ വ്യത്യാസം കണ്ടോ, MROR എന്ന് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് റിപ്പോ ഓവർനൈറ്റ് റേറ്റ്, മൈബോർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ കണ്ടോ ട്രെപ്സ്, ട്രഷറി ബിൽ റീപർച്ചേസ്. ഈ 3 കോൺസെപ്റ്റ്സും നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാനിത് ആദ്യമേ പഠിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ അവസാനം ആകുമ്പോഴേക്കും നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോക്കസ് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സാധനം അവസാനത്തേക്ക് എത്തിച്ചത്. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ എക്കണോമിക്സിൻ്റെ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. വിക്രം മിശ്ര ടു വിസിറ്റ് ധാക്ക ഓൺ എ ടെൻഷ്യസ് ആസ് ടെൻഷൻസ് മൗണ്ട്. വേറൊന്നുമല്ല, ധാക്കയിലും ബാംഗ്ലാദേശിലും പ്രശ്നം നടക്കുകയാണ്. ഇസ്കോണിലെ ചിന്മയദാസിനെ, അവിടുത്തെ സന്യാസിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഇന്ത്യയും ബാംഗ്ലാദേശും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട്. കാരണം ബാംഗ്ലാദേശിലും മൈനോറിറ്റി ഇഷ്യൂസ് പ്രശ്നമാണ്, ഹിന്ദുസ് അവിടെ മൈനോറിറ്റിയാണ്. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ഇഷ്യൂ ഭയങ്കര ഹൈ ആണ്. ഇന്ത്യയും ബാംഗ്ലാദേശും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദർ ആക്ച്വലി ഓൺ എ ഡിപ്ലോമാറ്റിക് ഡിസ്കഷൻസ് വിത്ത് ബോത്ത് ദ കൺട്രീസ് ആൻഡ് ഇൻവോൾവ്. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ പരസ്യങ്ങളാണ്. കണ്ടോ, ഇതിൽ പരസ്യം ഒരു പ്രധാനപ്പെട്ട ഒരു പരസ്യത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഏത് പരസ്യമാണ് നമുക്ക് എന്തെങ്കിലും കാണാനുണ്ട്? പ്രാക്ടീസ് സൈബർ ഹൈജീൻ ടുഡേ. സൈബർ ക്രിമിനൽ മേ സ്റ്റീൽ യുവർ ഡേറ്റ ആൻഡ് പേഴ്സണൽ ഡീറ്റെയിൽസ് ത്രൂ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ്. അപ്പം നാളെ ഹൗ ക്യാൻ ക്രൈംസ് ഹാപ്പൻ എന്ന് ചോദിച്ചാൽ ഒരു പ്രിലിംസിലേക്കുള്ള ഒരു ചോദ്യം കൂടെ കിട്ടി. സൈബർ ക്രിമിനൽസിന് വേണമെങ്കിൽ നിങ്ങൾ പബ്ലിക് ചാർജിങ്, നമ്മളിങ്ങനെ ഈ കണ്ടിട്ടില്ല എന്ന് കാണിക്കുന്ന ആ പടത്തിൽ കാണിക്കുന്നുണ്ട്, അയാൾ കാണിക്കുന്നുണ്ട് ആ ചെറിയ ദാറ്റ് ബോയ് ഈസ് ആക്ച്വലി അവിടെ പബ്ലിക് മൊബൈൽ ചാർജിങ്ങിൽ ഹിയർ ഇസ് എ ചാർജിങ് പോർട്ട് ദാറ്റ് വിൽ കം ടു മൈ റെസ്ക്യൂ. സോ ഇതിൽ പറയുന്നുണ്ട് പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ് എന്നും വേണമെങ്കിൽ നിങ്ങളെ ഡേറ്റ ഹാക്ക് ചെയ്യാം. സോ ഇഫ് യു മസ്റ്റ് ചാർജ് യുവർ ഫോൺ, ഓൺലി യൂസ് എ വാൾ സോക്കറ്റ് എന്നൊക്കെയുണ്ട്. അപ്പോൾ ഇതും ബിക്കംസ് സൈബർ സ്മാർട്ട് എന്നുള്ള പരസ്യം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫുൾ നാഷണൽ ആംഡ് ഫോഴ്സസ് ഫ്ലാഗ് ഡേ. ഈ ഫ്ലാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്കൂളുകളിലൊക്കെ എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്നതാണ്, നാഷണൽ ആംഡ് ഫോഴ്സസ് ഫ്ലാഗ് ഡേ. സോ ഇത് എല്ലാവരും കണ്ടോ, ഇതാണ് സംഭവം. We urge all the citizens to contribute voluntarily towards the noble cause of rehabilitation of war widows, അതേപോലെ disabled defense personals and needy ex-servicemen, armed forces flag day. നമ്മുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്കിങ്ങനെ ആർമിക്ക് വേണ്ടി ഇതേപോലെ ഇവർക്കൊക്കെ വേണ്ടി കോൺട്രിബ്യൂഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാമ്പ് പോലത്തെ സാധനം കിട്ടും. സോ എല്ലാവരും ആംഡ് ഫോഴ്സസ് ഫ്ലാഗ് ഡേ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് പ്രൈം മിനിസ്റ്റർ പറയുന്നത്. സോ ഇതൊരു പരസ്യമാണ്. പിന്നെയും പരസ്യം, ഇന്റർനാഷണൽ ഗീത, മൊത്തം ഡൽഹി പേജാണ്, അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെയും പരസ്യമാണ്. നമുക്ക് പരസ്യത്തിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. സോ പ്ലീസ് റിമെമ്പർ TB മുക്ത് ഭാരത് അഭിയാൻ, നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം NTEP. നമുക്ക് സ്കീംസിൽ ചോദിക്കാവുന്നതാണ് എന്താണ് NTEP എന്ന് അറിഞ്ഞിരിക്കണം. പരസ്യം പോലും യു ക്യാൻ ഈവൻ ലേൺ ഫ്രം എ സ്മോൾ അഡ്വർടൈസ്മെന്റ് ദാറ്റ് കംസ് ഇൻ ദ ന്യൂസ് പേപ്പർ. സോ NTEP, നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഇതിനകത്ത് അറിയേണ്ടത് എന്താണ് TB ഭാരത് മുക്ത് അഭിയാൻ. ഇങ്ങനത്തെ ഒരു സ്കീം അറിയണം, 100 days TB എലിമിനേഷൻ ക്യാമ്പയിൻ. അപ്പോൾ എന്താണ് ട്യൂബർക്ലോസിസ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ഇന്ത്യ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ് ട്യൂബർക്ലോസിസ്. അപ്പോൾ TBനെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, TB എന്താണ്, TBനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കൂടെ നമുക്ക് വളരെ നല്ലൊരു ക്ലാരിറ്റിയിൽ വി ഷുഡ് ഈവൻ ഹാവ് എൻ ഐഡിയ. ഓക്കെ, സോ പരസ്യം ഇതാണ്, ജൻ ജൻ കെ രഖേ ധ്യാൻ TB മുക്ത് ഭാരത് അഭിയാൻ. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ പിന്നെ അടുത്ത് വ്യവസ്ഥ പരിവർത്തൻ സെ ആത്മനിർഭർ ഭാരത് ബൻതാ ഹൈ ഹിമാചൽ. ഹിമാചലിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്.
നമുക്ക് അതിനകത്ത് നിന്ന് എടുക്കാനില്ല, ഹിന്ദി ആയതുകൊണ്ട് പിന്നെ ഞാൻ അത് കൂടുതൽ വായിക്കുന്നില്ല. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇസ് അയോധ്യയിൽ ഡെഫിനറ്റ്ലി ടേൺസ് ഇൻ ടു ബാബറി മസ്ജിദിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു. December 6 ഡെമോളിഷൻ ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിൽ ഭയങ്കര വലിയ സെക്യൂരിറ്റിയാണ് അവർ കൊടുത്തിരുന്നത്. ഒന്നാമത് ഇപ്പോൾ പള്ളി അമ്പലമാക്കണം എന്ന് പറയുന്ന കുറേ ഡിമാൻഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ 32nd ഇയർ ഓഫ് ബാബറി ഡെമോളിഷൻ ആയിരുന്നു. ഭയങ്കര വലിയ സെക്യൂരിറ്റീസ് ആയിരുന്നു കൊടുത്തിരുന്നത്. ഡ്രോൺസ് ഒക്കെ ഓരോ കിലോമീറ്റർ ചുറ്റളവിനും അത്രയും ഡ്രോൺസ് പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതായിരുന്നു അവിടുത്തെ മെയിൻ സംഭവം. അപ്പോൾ അതിവിടെ ഓർത്ത് വെക്കുക. ഇത് വലിയൊരു ഞെട്ടിച്ച സംഭവമാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ എവിടെയെങ്കിലും കേസ് സ്റ്റഡിയിലോ എസ്സേയിലൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 12ാം ക്ലാസ്സിലൊരു സ്റ്റുഡൻറ്റ് പ്രിൻസിപ്പൾ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പളിനെ തോക്ക് കൊണ്ടുവന്ന് വെടിവെച്ചിട്ടു. ജസ്റ്റ് ഇമാജിൻ 17-year ബോയ് ഹു കിൽഡ് എ പ്രിൻസിപ്പൾ. എന്തോ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വെടിവെച്ചിടായിരുന്നു ചെയ്തത്. സോ ഇത്തരം വാർത്തകൾ വരുമ്പോഴും നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ആംഗിളും കൂടെ നമുക്ക് നല്ലോണം അറിഞ്ഞിരിക്കണം. പിന്നെ യൂണിയൻ ക്യാബിനറ്റ് ഗിവ്സ് ന്യൂ കോറിഡോർ ഫോർ മെട്രോ ഇൻ ക്യാപിറ്റൽ. ഡൽഹി മെട്രോയിൽ പുതിയ റൂട്ട് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അത്ര വലിയ ബാധിക്കുന്നില്ല. സുറിഥാല നറേല നാത്തുപൂർ കുണ്ട്ലി കോറിഡോർ എന്ന് പറഞ്ഞൊരു കോറിഡോറാണ്. അപ്പം അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് അത് ഡൽഹിയിലുള്ളവർക്കാണ്, അത്ര വലിയ നാഷണൽ ന്യൂസ് അല്ല അത്. മെട്രോ പുതിയ റെയിൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഓൾറെഡി ഇങ്ങനത്തെ ഒരു കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ കുറേ വർഷമായിട്ട് നമ്മൾ നോക്കിയതാണ്. ബോംബ് ത്രെറ്റ് ടു ഫ്ലൈറ്റ്, 16 കേസസ് രജിസ്റ്റേർഡ് ഇൻ ഡൽഹി. ഓൾറെഡി ബോംബ് ത്രെറ്റ്സ് ഉണ്ടായിരുന്നില്ലേ, കുറേ ഒരു സമയം ഫ്ലൈറ്റ് മൊത്തം പൊട്ടിത്തെറിക്കും, ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകൾ വരുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് കൂടുതലും പറയുന്നത്. സോ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, മൂവിങ് ഓൺ ടു ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് വർക്ക്, നോ കാർഡ് നോ വർക്ക്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമാണ് നെറീഗസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് നെറീഗസ്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. അതായത് എല്ലാവർക്കും തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വർഷം 100 ദിവസമെങ്കിലും മിനിമം വർക്ക് കൊടുത്തിരിക്കും എന്ന് പറയുന്ന ഒരു സ്കീമാണ്. സംഭവം നല്ല സംഭവമൊക്കെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് ഇതിൻ്റെ കറണ്ട് അഫയർ ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഇതിൻ്റെ കറണ്ട് അഫയർ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ അടുത്ത് അവർ ABPS കൊണ്ടുവന്നു. എന്താണ് ABPS? ഈ നെറീഗയിലും അവർ ABPS കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ദേ ബ്രോട്ട് ഇൻ ആധാർ ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം. ആധാർ ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് ലിങ്ക് ചെയ്യണം, അത്രയും ആധാർ കാർഡ് ലിങ്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് അക്കൗണ്ടിലൂടെ പൈസ വരുന്നു പറഞ്ഞതിന് ശേഷം കുറേ ആൾക്കാർക്കൊന്നും ആധാർ ഇപ്പോഴും ഇല്ലാത്തതുകൊണ്ട് നെറീഗയിലുള്ള ഒരുപാട് ആൾക്കാർ പുറത്തായിപ്പോയി. എക്സ്ക്ലൂഷൻ. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് എ ലാർജ് സ്കെയിൽ എക്സ്ക്ലൂഷൻ. അത്രയും ആൾക്കാർ എക്സ്ക്ലൂഷൻ ആയിപ്പോയി. അത് വലിയൊരു സംഭവം തന്നെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. കാരണം ഓൾറെഡി പൈസയൊക്കെ വളരെ ഡിലേ ആയിട്ടാണ് കിട്ടുന്നത്. ആ കിട്ടുന്ന പൈസ അക്കൗണ്ടിൽ വരുമ്പോൾ ആധാർ ലിങ്ക് അല്ലാത്തവരുടെയൊക്കെ പൈസ അവർ നെറീഗയിൽ ഇനി അവർക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്ത പോലെ ആയിപ്പോൾ, അവർ ഇതിനകത്ത് ഇല്ല. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് പറയുന്നുണ്ട് ഏകദേശം 88 ലക്ഷത്തോളം ആൾക്കാർ പേര് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ കുറേ ആൾക്കാർ പുതിയതായിട്ട് അപ്ലൈ ചെയ്തു. ഏകദേശം ഒരു 45 ലക്ഷത്തോളം ആൾക്കാർ പിന്നെയും ആഡ് ചെയ്ത് കയറ്റി. പക്ഷെ അപ്പോൾ നോക്കുമ്പോഴും ഏകദേശം നമുക്ക് മനസ്സിലാവും ഇത്രയും ആൾക്കാർ പോയി ഇത്രയും ആൾക്കാർ വന്നു എന്ന് പറഞ്ഞാലും ഏകദേശം 39.3 ലക്ഷം ആൾക്കാർ ഇപ്പോഴും മിസ്സിംഗ് ആണ്. ഓൾറെഡി ഈ നെറീഗയുടെ ഭാഗമായിട്ട് തൊഴിലുറപ്പിൽ കിട്ടുന്ന ആൾക്കാരെ ഈ ആധാർ കാർഡ് ഡിജിറ്റലി ലിങ്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ അവർ ഔട്ടായിപ്പോയി. അപ്പോൾ ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇത് വലിയ സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. സോ അത് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ആധാർ കാർഡ് ശരിക്കും ഡിജിറ്റലി ആക്കുന്നതല്ലെന്നല്ല, പക്ഷെ ഒരുപാട് പേർക്ക് ഇത് കിട്ടുന്നില്ല. കണ്ടോ, 1000 കോടി രൂപയുടെ ഏകദേശം സൈക്ലോൺ റിലീഫ് ഫണ്ട് വന്നിട്ടുണ്ട് തമിഴ്നാടിന്. മിനിസ്റ്റർ ഫോം അഫെയർ ആണ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1000 കോടി രൂപയോളം അവിടുത്തെ ഫണ്ടിനെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു കോൺടെക്സ്റ്റിൽ നമ്മൾ സിവിൽ സർവീസിന് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം എന്താണ് SDRF, എന്താണ് SDRF, അതേപോലെ എന്താണ് NDRF എന്ന് നിങ്ങൾ അറിയണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമ്മുടെ സിലബസിൻ്റെ ഭാഗം കൂടാണ്. യു ഷുഡ് നോ വാട്ട് ഈസ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്. ഈ ഫണ്ടിൽ നിന്നും 1000 കോടി രൂപയാണ് ഈ തമിഴ്നാട്ടിന് മാറ്റി വെച്ചിരിക്കുന്നത്. അവിടുത്തെ ഓൾറെഡി സൈക്ലോൺ വന്നതിൻ്റെ റിലീഫിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസയാണത്. അപ്പോൾ അതും ഓർത്ത് വയ്ക്കുക. ആൻഡ് മൂവിങ് ഓൺ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്, കർണാടക ഗവൺമെൻറ് റിലാക്സസ് നോം ടു ഗ്രാൻഡ് മൈനോറിറ്റി ടാക്സ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കർണാടക ഗവൺമെൻറ് റിലാക്സസ് ഒരു നോം റിലാക്സ് ചെയ്ത് കൊടുത്തു. അതായത് ഓൾറെഡി മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വിചാരിക്കാം. ഒരു മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന സ്റ്റാറ്റസ്, ഒരു മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പേര് കിട്ടണമെങ്കിൽ മിനിമം ആ കോളേജിലോ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലോ 50% ആ മൈനോറിറ്റീസ് അവിടെ പഠിച്ചിരിക്കണം. സോ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ 50%, ഇപ്പോൾ 1000 കുട്ടികൾ ഉണ്ടെങ്കിൽ എന്ന് വിചാരിക്കുക, 1000 കുട്ടികളുണ്ടെങ്കിൽ മിനിമം 500 കുട്ടികളെങ്കിലും
മൈനോറിറ്റിയിൽ ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അവിടെ പഠിച്ചാൽ മാത്രമേ നമുക്കത് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ കർണാടകയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. പാർസി, ജൈൻ, അങ്ങനത്തെ കുറെ വിഭാഗത്തിലുള്ള ആൾക്കാരൊന്നും അവിടെ ഇല്ല. അപ്പോൾ കണ്ടോ, ക്രിസ്ത്യൻസ്, ജൈൻ, സിഖ്സ്, പാർസീസ് ഹാവ് ബീൻ ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അഡ്മിറ്റ് 50% ഓഫ് സ്റ്റുഡൻസ്. അത്രയും 50% കിട്ടുന്നില്ല. അവിടെ അത് വേണ്ടേ, അങ്ങനത്തെ ആൾക്കാർ അവിടെ ഇല്ല ആക്ച്വലി, ബിക്കോസ് ദ പോപ്പുലേഷൻ പ്രൊഫൈലിംഗ് ഇസ് വെരി ഡിഫറെൻറ്റ്. യു ഡോണ്ട് ഹാവ് ദാറ്റ് മെനി ക്രിസ്ത്യൻസ്, ജൈൻ ഓർ സിഖ്സ് ആൻഡ് പാർസീസ് ഇൻ കർണാടക. സോ ഫോഴ്സിങ് ദം ടു റിക്വസ്റ്റ് ദ ഗവൺമെന്റ് ടു ഗിവ് എ റിലാക്സേഷൻ. അപ്പോൾ ഗവൺമെന്റ് പറയുകയാണ് ഇനി 50% കുട്ടികൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് തന്നെ നടത്താം, നിങ്ങൾ വേറെ കുട്ടികളെ എടുത്ത് പഠിപ്പിച്ചോന്നില്ലേ. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റോടെ ഉണ്ട്. നാളെ പരീക്ഷയ്ക്ക് പ്രിലിംസിൽ വേണമെങ്കിൽ ദേ കൻ ആസ്ക് യു അബൌട്ട് വാട്ട് ഈസ് ആർട്ടിക്കിൾ 30 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആർട്ടിക്കിൾ 30 ഈസ് ഇമ്പോർട്ടൻറ്റ്, കാരണം മൈനോറിറ്റീസിനും ഇവിടെയൊക്കെ അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള ഒരു റൈറ്റ് ഉള്ളതാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷണലി പരീക്ഷയിൽ ഗോ ബാക്ക് ആൻഡ് റിമെമ്പർ വാട്ട് ഈസ് ആർട്ടിക്കിൾ 30 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതും ഇവിടെ ഓർത്ത് വെക്കണം. ഓക്കെ. സോ പ്രധാനപ്പെട്ട പിന്നെ ഓൾറെഡി കണ്ടോ, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അമിത്ഷാനെ കാണുന്നുണ്ട്. വയനാട് പൈസ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അമിത്ഷാ പറയുന്ന കാര്യമാണ് കേരള ഗവൺമെന്റ് വേണ്ട രീതിയിൽ റിപ്പോർട്ടും അല്ലെങ്കിൽ ഇതിന്റെ റിപ്പോർട്ട് സെൻറ്ററിന് അയച്ചില്ലെന്നാണ്. വയനാട് നടന്ന ഇഷ്യൂസിന്റെ കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റിനെ അറിയിക്കാത്തതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യാത്തതെന്നാണ് ഇപ്പോൾ അമിത്ഷാ പറയുന്നത്. സോ അതാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് കേരള ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് പ്രോപ്പറായിട്ട് കൊടുത്തില്ല, അതുകൊണ്ടാണ് ഫണ്ട് തരാത്തത്. അതാണ് അടുത്ത ഇവിടെ വാർത്ത. സോ പിന്നെ മുല്ലപ്പെരിയാറിന്റെ വെള്ളത്തിന്റെ ലെവൽ അതൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ നോക്കാം. അടുത്ത പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടോ. ഇതൊരു ചെറിയ വാർത്തയാണെങ്കിലും നമുക്ക് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ക്യാൻ ബി എ ക്വസ്റ്റ്യൻ ഇൻ ദ പ്രിലിംസ് ഓൾസോ. കണ്ടോ, ട്രൈബൽ വിമൻ പെർഫോം ചെയ്യുന്ന ഒരു ഫോക്ക് ഡാൻസ് ആണ് ആന്ധ്രാപ്രദേശിൽ. വേറെ ഒന്നുമല്ല, ഇറ്റ്സ് കോൾഡ് ധിംസ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റിമെമ്പർ, ധിംസ. ധിംസ ഇസ് എൻ ഫോക്ക് ഡാൻസ്. ഒരു ഫോക്ക് ഡാൻസ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ എവിടെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ഹാവ് എൻ ഐഡിയ. ധിംസ ഇസ് എ ഫോക്ക് ഡാൻസ് ഫ്രം ആന്ധ്രാപ്രദേശ്. ഇത് അവിടുത്തെ എല്ലാവരും കളിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫോക്ക് ഡാൻസ് ആണ്. ആണുങ്ങളും പെണ്ണുങ്ങളും, ബോത്ത് മെൻ ആൻഡ് വിമൻ. സോ പ്ലീസ് റിമെമ്പർ, ബോത്ത് മെൻ ആൻഡ് വിമൻ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ധിംസ. സോ അവിടുത്തെ ട്രൈബൽ ഇതും കൂടാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫേമസ് ട്രൈബും ഉണ്ട് അവിടെ ഉണ്ട്. ഇതിൽ ജസ്റ്റ് ഇത്ര കാര്യങ്ങളെ പറയുന്നുള്ളൂ. അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രൈബാണ് പോർജ ട്രൈബ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് കോൾഡ് പോർജ ട്രൈബ്. അവിടുത്തെ പോർജ ട്രൈബിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡാൻസ് ഫോമും കൂടാണ് ധിംസ എന്ന് പറയുന്നത്. സോ ആർട്ട് ആൻഡ് കൾച്ചറിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. സോ ബി നോ അബൌട്ട് ദിസ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. ESAയും ഇസ്രോയും തമ്മിൽ വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. കാരണം വേറൊന്നുമല്ല, ESA പ്ലേഡ് എ വെരി പിവറ്റൽ റോൾ ഇസ്രോന് വേണ്ടി. ഇസ്രോ ആണ് നമ്മളിപ്പോൾ പ്രോബ 3 ഈ അടുത്ത് ഇറക്കിയില്ലേ, സണ്ണിൻ്റെ കൊറോണയെ അതിൻ്റെ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി. പ്രോബ 3 യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സാറ്റലൈറ്റ് ആണ് ഇസ്രോ കൊണ്ടുപോയത്. സോ ഡെഫിനറ്റ്ലി നല്ലൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നുണ്ട്, ESA പറയുന്നുണ്ട് തിരിച്ച്, വീൽ സപ്പോർട്ട് യു ഇൻ ഗഗൻയാൻ മിഷൻ. സോ വാട്ട് ഈസ് ഗഗൻയാൻ മിഷൻ? നമുക്ക് ഓൾറെഡി അറിയാം, ഇന്ത്യ 3 ആൾക്കാരെ സ്പേസിൽ വിടാൻ പോവുകയാണ്. സ്പേസ് ഫ്ലൈറ്റിൽ, ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് 3 ദിവസം പോയിട്ട് സ്പേസിൽ പോയിട്ട് അവർ തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പോൾ അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്. അതാണ് ഗഗൻയാൻ മിഷൻ. ഓൾറെഡി നമുക്കറിയാം ഗഗൻയാൻ മിഷൻ ഉണ്ട്. സോ ഇങ്ങനെ ഒരു മിഷൻ ആകാശത്തേക്ക് പോകുന്ന സമയത്ത്, സോ ഇമാജിൻ ദാറ്റ് ദിസ് ഇസ് എ മിഷൻ. ഇങ്ങനൊരു മിഷൻ പോകുമ്പോൾ നമ്മൾ ഇസ്രോ നിന്നാണ് ഇത് കൺട്രോൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ജസ്റ്റ് എക്സാമ്പിൾ പറയാം കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. നമ്മൾ ഇവിടെ നിന്നാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഇവിടുന്ന് ഈ ഇസ്രോന്ന് ഈ പൊസിഷനിൽ നിന്ന് നമുക്ക് ഈ സാറ്റലൈറ്റോ അല്ലെങ്കിൽ ഈ ഗഗൻയാൻ മിഷന്റെ പ്രോഗ്രസ് ആകാശത്ത് നിന്ന് മനസ്സിലാക്കാൻ, സ്പേസിൽ നിന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഡിഫിക്കൽട്ടി ഉണ്ടാവും. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള സ്ഥലങ്ങളിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് നിൽക്കുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഉള്ളൊരു സ്ഥലം ഉണ്ടാവും. ഈ സ്ഥലത്തു നിന്നായിരിക്കും ചിലപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓൾറെഡി ESA പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളുടെ സ്പേസ് സ്റ്റേഷനും ഞങ്ങളുടെ പല വേൾഡിലുള്ള പല സ്റ്റേഷൻസിലും ഞങ്ങൾക്ക് നിങ്ങളെ ഗഗൻയാനെ സപ്പോർട്ട് ചെയ്യാം. കാരണം ഞങ്ങൾക്ക് അവിടെ നിന്നൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ എവിടെ നിന്നാണെങ്കിലും. അപ്പോൾ ഞങ്ങൾ ഇതും കൂടി, ഇപ്പോൾ നിങ്ങൾ ഇത് മാത്രമല്ല ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ ഞങ്ങളുടെയിലുള്ള എല്ലാ സ്പേസ് സ്റ്റേഷൻസും ഇതിന് വേണ്ടി ആക്ടിവേറ്റ് ചെയ്ത് തരാം നിങ്ങളുടെ ഗഗൻയാൻ മിഷന് വേണ്ടി. കണ്ടോ, ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് കേപ്പബിലിറ്റി, 3 members into orbit of 400 kilometers for 3-day mission, bringing them back to earth by landing in Indian sea water. തിരിച്ച് കടലിൽ ലാൻഡ് ചെയ്യണം. 3 മെമ്പേഴ്സാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും ESA തരും എന്നാണ് ഇവിടെ പറയുന്നത്. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. അടുത്തതിന് ആന്ത്രോപോളജി ഓപ്ഷൻ എടുക്കുന്നവർക്കൊക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമാണ്. വാട്ട് ഈസ് ഓസ്ട്രോ ഏഷ്യാറ്റിക് പോപ്പുലേഷൻ, അതായത് നിക്കോബാർ ഐലൻഡ്സ്. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കണം എവിടെയാണ് അന്തമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അന്തമാൻ എവിടെ, നിക്കോബാർ ഐലൻഡ്സ് എവിടെ, എത്ര ഐലൻഡുകളുണ്ട്,
ആരുടെ വെസ്റ്റ് ബംഗാളിന്റെ കൺട്രോളിലാണ് ഡെഫിനറ്റ്ലി ആൻഡമാൻ വരുന്നത്. ലക്ഷദ്വീപ് കേരളത്തിന്റെ കൺട്രോളിൽ വരുന്നില്ല. അതേപോലെ അപ്പൊ നിക്കോബാർ എന്ന് പറയുന്ന ആ ഒരു ഐലൻഡ്, ഇതിന് ആന്ത്രോപോളജിക്കലി ഇറ്റ് ഇസ് വെരി ഓൾഡ്. വളരെ വർഷം ഇവിടുത്തെ ട്രൈബൽ ആൾക്കാരൊക്കെ നമുക്ക് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ആന്ത്രോപോളജിക്കൽ സ്റ്റഡി നടന്നിട്ടുള്ള ഒരു സ്ഥലം കൂടാണ് നിക്കോബാർ. അപ്പൊ നിക്കോബാറിന് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും പഴയ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ആൾക്കാരായിട്ട് കണക്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അവരുടെ പഠനങ്ങൾ കാണിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ആൾക്കാരെ പോലെയാണെന്നാണ് പറയുന്നത്. 25,000 strong Nicobarese population appears to have significant ancestor connection with Austro-Asiatic population, South and Southeast Asia. സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള പോപ്പുലേഷൻ്റെ അതേ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് നിക്കോബാർ പോപ്പുലേഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു വളരെയധികം CSIR ഒരു പഠനം നടന്നതിന് ശേഷമാണ് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് സെയിം ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഉള്ള ലാംഗ്വേജ് ഓസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് തന്നെയാണ് നിക്കോബാറസിൻ്റെ. ഏകദേശം വളരെ സിമ്പിൾ ആണെന്നാണ് പറയുന്നത്. ആൻഡ് ദ കമ്മ്യൂണിറ്റി, ഇതെങ്ങനെ വായിക്കാന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് കോൾഡ് HTIN, H സൈലന്റ് ആണെന്ന് വിചാരിക്കുന്നു. ടിൻമാൾ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. HTIN ടിൻമാൽ കമ്മ്യൂണിറ്റി ഹാസ് മെയിൻറ്റെയിൻ റിമാർക്കബിൾ എത്നിക് ഡിസ്റ്റിങ്സ് ഓവർ ടൈം എക്സിബിറ്റിംഗ് ജനറ്റിക് ഡ്രിഫ്റ്റ് ഫ്രം നിക്കോബറീസ്. അപ്പോൾ ഈ ടിൻമാൽ കമ്മ്യൂണിറ്റിയും വളരെ സിമിലർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നിക്കോബാറും ഈ ടിൻമാൽ പോപ്പുലേഷൻ, അപ്പോൾ അങ്ങനെ പല സ്റ്റഡി നടത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ, നിക്കോബാർ ഒരു കാര്യം കൂടെ പറയാം. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ മാപ്പിൽ എവിടെയാണ്, ഇന്ത്യ എവിടെയാണെങ്കിൽ എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ലക്ഷദ്വീപ് എവിടെയാണ്, ആൻഡമാൻ നിക്കോബാർ എവിടെയാണെന്നുള്ളതും കൂടെ ഇന്ത്യൻ മാപ്പിൽ ഇപ്പം തന്നെ നിങ്ങൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ പേപ്പറിൽ എഴുതിയെടുത്തിട്ട് ഇത് കഴിയുമ്പോൾ അപ്പം തന്നെ ഒന്ന് എടുത്ത് നോക്കണം എവിടെയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ പിന്നെ നാളെ പഠിക്കാനൊന്നുമില്ല. ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഇത് നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്നെടുത്ത് ഗൂഗിൾ ചെയ്തു ലക്ഷദ്വീപ് എവിടെയാണ് കിടക്കുന്നത്, ആൻഡമാൻ നിക്കോബാർ എവിടെയാണ് കിടക്കുന്നത്. കണ്ടോ, സിറ്റുവേറ്റഡ് ഓൺ ദ ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ വിത്ത് സൗത്ത് ഓഫ് ആൻഡമാൻ ഐലൻഡ്സ്. ഏകദേശം 7 ലാർജ് ഐലൻഡ്സ്, കാർ നിക്കോബാർ, ഗ്രേറ്റ് നിക്കോബാർ, അങ്ങനെ കുറേ ഐലൻഡുകളുണ്ട്. മെയിനായിട്ട് 7 വലിയ ഐലൻഡുകളാണ് നിക്കോബാറിലുള്ളത്. പരീക്ഷയ്ക്ക് ചോദിക്കാം. സോ അതിൽ പ്രധാനപ്പെട്ട ഐലൻഡുകൾ കാർ, ഗ്രേറ്റ് നിക്കോബാർ ഒക്കെ വലിയ ഇതാണ്. അതിൽ പറയുന്നുണ്ട് ഈ നിക്കോബാർ സെറ്റ് ഡ്യൂറിങ് ദ ഹോളോസീൻ കണ്ടോ, അങ്ങനെ ഒരു പീരീഡും കൂടെ ഉണ്ട്, ഹോളോസീൻ പീരീഡ്. ഏകദേശം 11,700 വർഷം മുന്നെയാണ് ഇവർ വന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്, ഇത്രയും വർഷത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഹാവ് എൻ ഐഡിയ അബൌട്ട് ദിസ്. ഇതിൽ വേറൊരു കാര്യം പറയുന്നത്, ഇവർ ശരിക്കും 5000 വർഷം ആയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. 5000 വർഷം മുന്നെയാണ് ഇവിടെ വന്നത്. പക്ഷേ ചില ആൾക്കാർ പറയുന്നില്ല, ഹോളോസീൻ പീരീഡ് 11,000 വർഷം മുന്നെയാണ് വന്നിട്ടുള്ളതെന്നില്ലേ. ടു ബി ഓൺലി 5,000 ഇയേഴ്സ്, അതൊരു കണ്ടുപിടുത്താണ്. ഓൺലി 5,000 ഇയേഴ്സ്, 11,000 വർഷം ഒന്നും ആയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഹോളോസീൻ പീരീഡ് എന്നുള്ളത് 11,000 വർഷം മുന്നേ എന്നുള്ളതും കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത്. ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. യെസ്, ദാറ്റ്സ് ഓൾ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ടത്, ലെറ്റ്സ് ഗോ ഇൻ ടു ദ എഡിറ്റോറിയൽ. RBIയുടെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഹാവ് എൻ ഐഡിയ അബൌട്ട് RBI. ഇത് വേറെ ഒന്നുമില്ല, മോണിറ്ററി പോളിസി കമ്മിറ്റി 6.5% കണ്ട് ഓൾറെഡി ബെഞ്ച് മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ്, റിപ്പോ റേറ്റ് 6.5% തന്നെയാണ്. CRR കുറച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതും ഇതിനകത്ത് ഓൾറെഡി ഉള്ള കാര്യം തന്നെയാണ്. CRR കുറച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് നമ്മൾ നേരത്തെ എക്കണോമിക്സ് കുറെ ഡിസ്കസ് ചെയ്തില്ല, അത് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷെ ഒരു കാര്യം കൂടെ ഇവിടെ പറയാനുണ്ട്. വാട്ട് ഈസ് ദിസ് കോൺസെപ്റ്റ് ഓഫ് ഡിസ്ഇൻഫ്ലേഷൻ? ഇന്നത്തെ ദിവസം മൊത്തം എക്കണോമിക്സ് ആണ്. സോ അതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം എന്താണ് ഡിസ്ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ നമുക്കൊരു കാര്യം ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ഇതിനെ മനസ്സിലാക്കാം. എന്താണ് ഇൻഫ്ലേഷനും ഡിസ്ഇൻഫ്ലേഷനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈസസ് കൂടും, പ്രൈസസ് വളരെ കൂടും. ഇനി ഞാനിത് ഡിസ്ഇൻഫ്ലേഷൻ എന്താ, നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് പഠിക്കാം. ഇപ്പോൾ പ്രൈസ് റൈസ് ഒരു എക്സാമ്പിൾ പറയാണ്. 2023 നിങ്ങളൊരു എക്സാമ്പിൾ കേട്ടാൽ മതി. 2023 പ്രൈസ് റൈസ്, ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നു, വിലക്കയറ്റം ഉണ്ടായിരുന്നു, പ്രൈസ് റൈസ് കൂടി. ഇതെന്ന് പറയുന്നത് ഏകദേശം 5% പ്രൈസ് റൈസ് ഉണ്ടായിരുന്നത്. ഇന്ന് 2024 ഒരു എക്സാമ്പിൾ പറയാണ്, അപ്പോഴും പ്രൈസ് റൈസ് ഉണ്ട്, നമുക്കൊരു പ്രൈസ് റൈസ് ഉണ്ട്, പക്ഷേ 3% പ്രൈസ് റൈസേ ഉള്ളൂ. അപ്പോൾ ഡിസ്ഇൻഫ്ലേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പ്രൈസ് റൈസ് ഉണ്ട്, ദർ ഇസ് എ പ്രൈസ് റൈസ്, ബട്ട് അറ്റ് എ സ്ലോ റേറ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ്സ് ദ കീ വേർഡ്. ഇറ്റ്സ് എ സ്ലോ റേറ്റ്. വിലക്കയറ്റം, പ്രൈസ് താന്നിട്ടൊന്നുമില്ല. 2023 5% ആയിരുന്നു, ഇന്നും പ്രൈസ് വില കൂടുന്നുണ്ട്. പക്ഷെ 5 എന്നുള്ളത് 3%. ഇറ്റ്സ് ഗ്രോയിങ് അറ്റ് എ സ്ലോ പേസ്. പ്രൈസ് റൈസ് ഇസ് ദർ, ബട്ട് ദ പ്രൈസ് റൈസ് ഇസ് ഇൻ എ സ്ലോ റേറ്റ്. അതിനെയാണ് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. കുറച്ച് സ്ലോ, വിലക്കയറ്റമുണ്ട് പക്ഷെ കുറച്ച് സ്ലോ ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഇതിനകത്ത് ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിസ്ഇൻഫ്ലേഷൻ എന്നുള്ളത്.
5% കൊണ്ട് ഇവിടെ 3% ആയി. പ്രൈസ് കുറയുന്നൊന്നുമില്ല, പ്രൈസ് കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് ഭയങ്കര മന്ദഗതിയിലാണ് ഇങ്ങനെ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രൈസ് കൂടുന്നുണ്ട്. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിസ്ഇൻഫ്ലേഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് ബേസിക് എക്കോണമി എന്ന് ഓർത്തു വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഹിന്ദുവിൽ മാത്രമല്ല ഇത്രയും വാർത്തകൾ നമുക്ക് ഒരു ദിവസം UPSCക്ക് വേണ്ടി മാത്രം വരുന്ന വാർത്ത പോലെയാണ് നമുക്ക് തോന്നുന്നില്ലേ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിലിക്കോസിസ് എന്ന സംഭവമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു സിലിക്ക സാൻഡ് മൈൻ ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ. ഒരുപാട് ആൾക്കാരുണ്ട് ഈ സിലിക്ക സാൻഡ് ഇതിങ്ങനെ കുഴിച്ചെടുത്തിട്ട് ഈ സിലിക്ക സാൻഡിൽ എടുത്തിട്ടാണ് അതേപോലെ വാഷിംഗ് മിൽസ്, കുറെ വാഷിംഗ് മിൽസ് ഒക്കെ ഉണ്ട്, ഇത് കഴുകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കൊണ്ടുപോയി ഇത് ഇംപ്യൂരിറ്റീസ് എല്ലാം റിമൂവ് ചെയ്തിട്ടാണ് സിലിക്ക എടുത്തിട്ട് ഗ്ലാസ് ഇൻഡസ്ട്രിയിലും ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിലൊക്കെ സിലിക്ക ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സിലിക്ക ഇങ്ങനെ കുഴിക്കുന്ന ആൾക്കാർ, ഈ ഡിഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് സിലിക്ക എക്സ്പോഷർ വന്നിട്ട് അവർക്ക് അസുഖം വരുന്നുണ്ട്, സിലിക്കോസിസ് എന്ന് പറഞ്ഞ അസുഖം വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ളത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഓൾറെഡി എത്രയോ മില്യൺ ആൾക്കാർ ഇത് ഈ തൊഴിലിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ദേ ആർ വർക്കിംഗ് വിത്ത് ദ സിലിക്കോസിസ് ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഓൾറെഡി NGT ഭയങ്കര സീരിയസ് ആയിട്ട് ഇത് എടുക്കുന്നുണ്ട്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഈ സിലിക്ക മൈനിങ് സ്ഥലം കണ്ടോ, പെർമിഷൻ കൊടുക്കുന്നതിനൊക്കെ വാഷിംഗ് പ്ലാന്റ്സ്, അതാണ് ഈ വാഷിംഗ് പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വാഷ് ചെയ്യുന്ന സ്ഥലങ്ങൾക്കും ഇങ്ങനത്തെ ഇതിനൊക്കെതിരെ ഇത് എങ്ങനെയാണ് നടക്കുന്നത് വളരെ സിവിയർ ആയിട്ടാണ് NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്തുണ്ട് ഓക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കോഡ് റിക്വയർസ് മൈൻ എംപ്ലോയീസ് ടു നോട്ടിഫൈ ദിസ് ബോഡി. അപ്പോൾ ഈ സിലിക്കോസിസ് ഒക്കെ വന്നാൽ ഇതിനും പറയുന്നുണ്ട്, ഇങ്ങനെ സിലിക്കോസിസ് ഒക്കെ വന്നാലും ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ഏജൻസിയിലും ഒരുപാട് നിയമങ്ങളുണ്ട്. സിലിക്കോസിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഈ പ്ലാന്റുകളിലൊക്കെ ഇതിന് ട്രീറ്റ്മെൻറ്റിനുള്ള സൗകര്യം ഉണ്ടാവണം. പക്ഷേ ഈ ആർട്ടിക്കിൾ പറയുന്നത് ഇപ്പോഴും വേണ്ടത്ര സൗകര്യങ്ങളൊന്നും ഇല്ല. ഇവിടുത്തെ കമ്പനി ഓണേഴ്സ് ഒന്നും ആൾക്കാർക്ക് അസുഖം വന്നാലൊന്നും മൈൻഡ് ചെയ്യൊന്നുമില്ല, അവർക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. സോ പിന്നെ പലരും സിലിക്കോസിസും TB ഒരേപോലെയാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടത്ര കണ്ടോ, ദി ഓക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് റിക്വയർസ് mine workers employers to notify threats of bodily harm to workers developing specific disease including silicosis. പക്ഷേ ഇതൊന്നും വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നാണ് ഇതിൽ കാണുന്നത്. സോ അഗൈൻ എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അപ്പോൾ അതാണ് ഇതിന് മെയിനായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ആൻഡ് ഐ തിങ്ക് ഐ ലോസ്റ്റ് മൈ പവർ അഗെയിൻ. ഇന്നും 1 second, ലെറ്റ് മീ കണക്ട് മൈ ഹോട്ട്സ്പോട്ട്. കണക്ഷൻ കട്ടാകാൻ പാടില്ലല്ലോ. സോ നമുക്ക് ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. ലെറ്റ്സ് കണ്ടിന്യൂ ദിസ്, ലെറ്റ്സ് നോട്ട് ബ്രേക്ക് ഇറ്റ്. എന്തായാലും ഒരു നല്ല ഫ്ലോയിൽ പോയതല്ല, നമുക്ക് ബ്രേക്ക് ചെയ്യണ്ട. ലെറ്റ്സ് കണക്ട് ഇറ്റ് 1 second. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഫൈൻ. ഐ തിങ്ക് യു ക്യാൻ സീ മീ, നോ ഇഷ്യൂസ് ഇൻ ദാറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് കണക്റ്റഡ് ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ. 1 second. പിന്നെ ഇതിൽ അടുത്തത് നമുക്ക് ഓരോ ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. ഐസ് ഫാക്ടർ. യെസ്, സോ വിൽ മൂവ് ഓൺ. വിൽ ഗോ ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. അടുത്തത് ഇന്ത്യൻ, ഇവിടെ ഒരു സാധനം ഞാൻ വെച്ച്, പബ്ലിക് ഹെൽത്ത് ഇൻസൈറ്റ്സ്. ഇത് ഭയങ്കര വലിയൊരു ആർട്ടിക്കിൾ അല്ല, നമുക്കതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇത് ആക്ച്വലി പറയുന്നത് 1890 കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത്. 1896 ബോംബെയിലെ പ്ലേഗ് വന്നു എന്നാണ് പറയുന്നത്. ബോംബെ പ്ലേഗ് വന്നു എന്നാണ് പറയുന്നത് 1896. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം, ഇറ്റ്സ് ആക്ച്വലി ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് ടൈം. ബ്രിട്ടീഷ് ടൈമിലാണ് ഇങ്ങനെ ഒരു പ്ലേഗ് വന്നത്. സോ ആ സമയത്ത് തന്നെ ഓൾറെഡി ഇന്ത്യൻ പ്ലേഗ് കമ്മീഷൻ ഉണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് കോൾഡ് ദി IPC, ഇന്ത്യൻ പ്ലേഗ് കമ്മീഷൻ എന്നൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു. 1898 ഏകദേശം ഒരു കമ്മീഷൻ വന്നു. ഇവരെങ്ങനെയാണ് അന്നത്തെ കാലത്ത് പ്ലേഗ് അപ്പൊ എന്താണ് പ്ലേഗ് എന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കണം. സോ വാട്ട് ഈസ് പ്ലേഗ്? പണ്ട് ഗുജറാത്തിലും ഇതിലൊക്കെ പ്ലേഗ് വന്നിരുന്നു. സോ റാറ്റ്സിന്റെ ഒക്കെ ഭയങ്കര ഇതായിട്ട് അവിടെ എപ്പോഴും ചർച്ച വരാറുണ്ട്. സോ യു ഷുഡ് നോ വാട്ട് ഈസ് പ്ലേഗ് ആൻഡ് അന്ന് പ്ലേഗ് ഉണ്ടായതിൽ എങ്ങനെയാണ് ഇവർ ഹാൻഡിൽ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, നമ്മളൊരു ഹെൽത്ത് പ്രൊഫഷണൽസ് ഹാൻഡിൽ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ബ്രിട്ടീഷ് ടൈംസ് ആയതുകൊണ്ട് തന്നെ കൂടുതലും ഈ ഹെൽത്തും കാര്യങ്ങളും അന്ന് ഹാൻഡിൽ ചെയ്തിരുന്ന, ഇതിന് മുഴുവൻ നേതൃത്വം കൊടുത്തിരുന്നത് അന്നത്തെ പോലീസ് ഫോഴ്സാണ്, ബ്രിട്ടീഷ് പോലീസ് ഫോഴ്സാണ്. റെയിൽവേ സ്റ്റേഷൻസിലും ഇതിലൊക്കെ വളരെ കൃത്യമായിട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതും. അപ്പോൾ പോലീസാണ് ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിരുന്നത്, ഹെൽത്ത് പ്രൊഫഷണൽസിനെക്കാട്ടും കൂടുതൽ. സോ ഇതിൽ പറയുന്നുണ്ട് ഇങ്ങനത്തെ ഇനി മോഡേൺ അസുഖങ്ങൾ, ഹെൽത്തൊക്കെ, മോഡേൺ ഹെൽത്തിനെ കുറിച്ച് നമുക്ക് നല്ല ഡിസ്കഷൻ വരുമ്പോൾ നമ്മളിങ്ങനെ വെറും റൂൾസ് മാത്രമല്ല, ഈ ആർട്ടിക്കിൾ പറയുന്നുണ്ട്, റൂൾസ് മാത്രമല്ല, ആൾക്കാരുടെ, ഈ എഫക്റ്റഡ് ആവുന്ന ആൾക്കാരുടെ ട്രസ്റ്റ്, എംപത്തി,
അതേപോലെ ടെക്നോളജി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ ആൾക്കാരുടെ ട്രസ്റ്റ് എമ്പതിയും കൂടെ നമ്മൾ കണക്കിലെടുക്കണം. പിന്നെ മോഡേൺ ടെക്നോളജി ഉപയോഗിക്കണം. 1896 ടെക്നോളജി ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് നമുക്ക് ടെക്നോളജി ഉണ്ട്. സോ പോലീസ് മാത്രമല്ല, നമുക്ക് ഇന്ന് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എല്ലാവരും കൂടെ ചേർന്നാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു റാൻഡം അപ്രോച്ചാണ് ഈ എഡിറ്റോറിയലിൽ കൂടുതലുള്ളത്. അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് ഓർത്തിരിക്കാനുള്ള കാര്യമൊന്നും ഇതിനകത്തില്ല. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് മാനുഫാക്ചറിങ് സെക്ടറിനെ റിവൈവ് ചെയ്തെടുക്കണം. സോ ദാറ്റ് ബ്രിങ്സ് us what is PLI scheme. Very very important, you should be knowing this. By this time you should be knowing നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം, ഇന്ത്യ തന്നെ കൂടുതൽ പ്രൊഡക്ഷൻ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ എന്താണ്, ഡിഫൻസ് പ്രൊഡക്ഷൻ ആണെങ്കിലും അതിനകത്തൊക്കെ പറയുന്നുണ്ട്. മൊബൈൽ, ഇലക്ട്രോണിക്സ്, ഫാർമ, ഓട്ടോമൊബൈൽസ്, ടെക്സ്റ്റൈൽസ്, പ്രഷ്യസ് മെറ്റൽസ്, ഫുഡ്, അതേപോലെ തന്നെ കെമിക്കൽ ഇൻഡസ്ട്രി, ഇതിനകത്തൊക്കെ PLI. എന്താണ് PLI? ഇതിനെ തന്നെ നമ്മൾ ഇതിനെ കംപ്ലീറ്റ്ലി പറയുന്നുണ്ട്. വാട്ട് ഈസ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം? Did you see this? What is production linked incentive scheme or PLI scheme എന്താണെന്നാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. സോ ലെറ്റ് മീ ഗിവ് യു an idea on this. ഇതിനകത്ത് വേറൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. PLI എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് ഒരു കഥ പോലെ പറഞ്ഞുതരാം. PLI എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. അതിൽ തന്നെയുണ്ട് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. നമ്മൾ നല്ലോണം എന്തോ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഇൻസെന്റീവ് കിട്ടുന്നുണ്ട് എന്നാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്, ഇപ്പോൾ ഞാനൊരു കമ്പനി ഉണ്ടാക്കി, എക്സ് എന്നൊരു കമ്പനി ഉണ്ടാക്കി. ഈ എക്സ് നല്ലോണം പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്, ഇന്ത്യയിൽ നല്ല പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ആദ്യത്തെ കൊല്ലം 100 കോടിയാണ് അതിൻ്റെ ടേൺ ഓവർ, പിന്നെ അതൊക്കെ പതുക്കെ 300 കോടിയായി, പിന്നെ അടുത്ത പ്രാവശ്യം 400 കോടിയായി. ഗവൺമെന്റ് നോക്കുമ്പോൾ നമ്മൾ നല്ലോണം ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം ഇലക്ട്രോണിക്സ്, മൊബൈൽ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഗവൺമെന്റ് പറയാണ്, എക്സ് കമ്പനി നിങ്ങൾ നന്നായി പെർഫോം ചെയ്തു, നിങ്ങളുടെ പെർഫോമൻസ് വളരെ നല്ലതാണ്, അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളൊരു ഇൻസെന്റീവ് തരണം. നിങ്ങൾ ഇത്രയും കോടി രൂപ ഇവിടെ ഉണ്ടാക്കുകയല്ലേ, അപ്പോൾ നിങ്ങൾ ഇത്രയും പൈസ ഇവിടെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസ ഞങ്ങൾ തിരിച്ചു തരാം. വിൽ ഗിവ് യു ബാക്ക് സം മണി ഇൻ ദ സെൻസ് വിൽ ഗിവ് യു എൻ ഇൻസെന്റീവ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും പൈസ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പൈസ ഞാൻ ഫണ്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം എന്ന് പറയുമ്പോൾ അതൊരു തരത്തിൽ നല്ലൊരു പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം മനസ്സിലാക്കുക, PLI 5% ആണെന്ന് വിചാരിക്കുക, 5% ഈ ഇൻസെന്റീവ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു കാൽക്കുലേഷൻ നമുക്ക് നടത്താം. 2020 നമ്മുടെ ബേസ് ഇയർ. 2020 ബേസ് ഇയർ ആണെന്ന് വിചാരിക്കുക. 2020 തൊട്ട് നമ്മൾ നോക്കുമ്പോൾ 2020 നമുക്കിവിടെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ഏകദേശം 100 കോടിയുടെ വരുമാനം ടേൺ ഓവർ ഉണ്ടാക്കി. വെരി ഗുഡ്. ഇനി അടുത്ത് 2023 എടുക്കുമ്പോൾ 23 നമ്മൾ ഏകദേശം 150 കോടിയുടെ ടേൺ ഓവർ ഉണ്ടാക്കി. വെരി ഗുഡ്. സോ ഡെഫിനറ്റ്ലി ബേസ് ഇയർ 2020 വെച്ച് നോക്കുമ്പോൾ 100 കോടി ഉണ്ടാക്കിയിരുന്നത് ഞാൻ 50 കോടി ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ഏകദേശം 50 കോടിയാണ് എൻ്റെ ടേൺ ഓവർ കൂടിയത്. അപ്പോൾ PLI ഒരു ഇൻക്രിമെന്റ് ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 50 കോടി അഗൈൻ ഒരു ഇൻക്രിമെന്റലാണ് 50 crore എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റ് 5% ഇവിടെ കൊണ്ടുവരും. 5% ഓൺ 50 crore. 50 crore നിങ്ങൾ ഇൻക്രിമെന്റ് ഉണ്ടാക്കി. അപ്പോൾ 50 കോടിയുടെ 5% നമുക്ക് പറയുമ്പോൾ ഏകദേശം നമുക്കിവിടെ കാൽക്കുലേഷൻ കിട്ടും 2.5 കോടി രൂപ നമുക്ക് PLI ഇൻസെന്റീവ് ആണ്. അത് നമുക്ക് കിട്ടും. നമ്മൾ ഇത്രയും പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ടാക്കിയതുകൊണ്ട് ഗവൺമെന്റ് നമ്മളെ ഒരു തരത്തിൽ സന്തോഷിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഓൾറെഡി ആ ഇൻക്രിമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. 100 കോടിയായിരുന്നു, 150 കോടിയായിരുന്നപ്പോൾ 50 കോടി രൂപ ഇൻക്രിമെന്റ് വന്നപ്പോൾ ഗവൺമെന്റ്, ഇതൊരു എക്സാമ്പിൾ ആട്ടോ, 5% ഇവിടെ എടുത്ത് നോക്കിയപ്പോൾ 50 കോടിയുടെ 5% അതാണ് ഇൻക്രിമെന്റ് വന്നത്, എക്സ്ട്രാ വന്നത്. അതിന്റെ എമൗണ്ട് നോക്കുമ്പോൾ 2.5 കോടി രൂപയുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ കിട്ടുകയാണ്. സോ ദിസ് ഇസ് ബെനിഫിറ്റിംഗ് ഓൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺസ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഫാർമ കമ്പനി, ഓട്ടോമൊബൈൽ, ടെക്സ്റ്റൈൽ, മെറ്റൽസ്, ഫുഡ്, ഫാർമസ്യൂട്ടിക്കൽസ്, അങ്ങനെ എല്ലാവർക്കും ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് സെക്ടർ വളരെ നല്ലതാവാൻ വേണ്ടിയാണ് നമ്മൾ PLI കൂടെ കൊടുക്കുന്നത്. നാളെ മെയിൻസിന് ഒരു ആൻസർ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാരിറ്റി ഇവിടെ വളരെ നന്നായിട്ട് ഉണ്ടാവണം. സോ ഓൾറെഡി PLI തന്നെ നമുക്ക് പറയുന്നുണ്ട് ഏകദേശം 24% ഗ്രോത്ത് നമുക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത് PLI മാത്രം. പിന്നെ MSME, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്, മാനുഫാക്ചറിങ് അല്ല ഇന്ത്യൻ മെയിൻ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് തന്നെ ഏകദേശം 45% മാനുഫാക്ചറിങ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് MSME സെക്ടറാണ്. എന്താണ്? ചെറിയ സ്ഥാപനങ്ങളിലെ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ആണ്. അപ്പോൾ ചെറുത് അങ്ങനെ വലിയ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് എല്ലാം കൂടെ ഇന്ത്യൻ മാനുഫാക്ചറിങ്ങിന്റെ 45% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇവരാണെന്ന് പറയുമ്പോൾ തന്നെ ജസ്റ്റ് ഇമാജിൻ 60 മില്യൺ ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ പറയുന്നത്. സോ നിങ്ങൾക്ക് PLI എന്താണെന്ന് മനസ്സിലാക്കിയത് മൊത്തം വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഏകദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അതാണ് ഇത് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഗ്രൗണ്ട് സീറോ ആണ്. ഇതിനകത്ത് തമിഴ്നാട്ടിൽ വന്ന സൈക്ലോണിനെ കുറിച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങളും ഇതിനകത്ത് ഷെയർ ചെയ്ത് പോകുന്നത്.
സോ അതവിടെ നമുക്ക് നോക്കാം, അതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി അടുത്ത പ്രധാനപ്പെട്ട നാഷണൽ ന്യൂസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ, ഇന്റർനാഷണൽ റിലേഷൻസിലെ ഒരു വാർത്തയാണ്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഡിസേർവ്സ് എ ലോട്ട് ഓഫ് ക്രെഡിറ്റ് ഫോർ ക്വാഡ്, സേസ് ജയശങ്കർ. അപ്പോൾ ക്വാഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വേണം ആരൊക്കെയാണ് ക്വാഡ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണ്ടേ. ക്വാഡ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിംഗ് ആണ്. നമുക്കിവിടെ പസഫിക്കിലും ഇവിടെ വലിയ നല്ലൊരു ഗ്രൂപ്പിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ക്വാഡ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോ, ഡെഫിനറ്റ്ലി ഇന്ത്യ ഡെഫിനറ്റ്ലി ഫോർ ഫ്രണ്ടിൽ തന്നെയുണ്ട്. വി ഹാവ് ഇന്ത്യ, വി ഹാവ് ഓസ്ട്രേലിയ, വി ഹാവ് ജപ്പാൻ ആൻഡ് വി ഹാവ് US. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ്. ഓൾറെഡി നമുക്ക് നല്ലൊരു പസഫിക്കിലൊക്കെ നല്ലൊരു ക്വാഡിലേറ്റർ ഗ്രൂപ്പിംഗ് ഉണ്ട്. ഇതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ജപ്പാൻ ഒരു പ്രധാന ഒരു റെഫറൻസ് പറഞ്ഞിരിക്കുകയാണ്. ജപ്പാൻ ബിലീവ്സ് ദാറ്റ് ഇന്ത്യ ഒരു വീക്ക് ലിങ്ക് ആണെന്നാണ് ജപ്പാൻ പറയുന്നത്. പക്ഷെ ഇന്ത്യ പറഞ്ഞു നോ നെവർ. ഇന്ത്യ ഇവിടെ ഒരു വീക്ക് ലിങ്ക് ഇൻ ദ സെൻസ് ദർ ഇസ് നോ വീക്ക് ലിങ്ക് ഉണ്ടോ ഇതിന് പറയുന്നുണ്ട്. വി ഓൾസോ കോൺട്രിബ്യൂട്ട് എ ഫെയർ ഷെയർ. ക്വാഡിൽ ഞങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദർ ഇസ് നോ വീക്ക് ലിങ്ക് ഇൻ ദി അലയൻസ്, സേസ് ഇന്ത്യ ജപ്പാൻ ഫോറം. ക്വാഡിൽ അങ്ങനെ ഇന്ത്യ ഒട്ടും പുറകിലല്ല എന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ അതാണ്. അപ്പോൾ ട്രംപ് വളരെയധികം പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യും ക്വാഡിനെന്നാണ് പറയുന്നത്. സോ ഇനി വരും ദിവസങ്ങളിൽ കാണാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നില്ല. പിന്നെ ചൈനയെക്കുറിച്ചും പറയുന്നുണ്ട്. ജപ്പാൻ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ ഒരു വീക്ക് ലിങ്ക് ആണെന്ന് പറഞ്ഞ് അറിയുന്നില്ല. ഇന്ത്യയും ജപ്പാനും അത്യാവശ്യം നല്ല ജപ്പാൻ ഫോറമാണ് നടക്കുകയാണ്. നല്ല സ്നേഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വി സ്റ്റിൽ ഡോണ്ട് നോ വൈ ജപ്പാൻ മെയ്ഡ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്, ബട്ട് സ്റ്റിൽ ബാക്കി ചൈനയുടെ ഇതും കൂടെ പറയുന്നുണ്ട്. ചൈന റിലേഷൻ വേറൊന്നുമല്ല, നമ്മുടെ ഗാൽവാനിൽ നടന്ന ഇഷ്യൂ, അതേപോലെ റിലേഷൻഷിപ്പ് വിത്ത് ചൈന, പിന്നെ അതേപോലെ യു ക്യാൻ സി ഡെപ്സാങ് ആൻഡ് ഡെംചോക്ക് ഫ്രിക്ഷൻ പോയിന്റ്സ്, നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. മൊത്തത്തിൽ ക്വാഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്തിനാണ് ക്വാഡ് ഉണ്ടാക്കിയത്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ക്വാഡ്, ഹൗ വെൽ ഡു യു തിങ്ക് ഇസ് ക്വാഡ് പെർഫോമിംഗ്, ക്വാഡിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നും കൂടെ അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ടത് അഗസ്റ്റ സ്കാം, സുപ്രീം കോർട്ട് എഗ്രീസ് ടു ഹിയർ ബെയിൽ പ്ലീ ഫോർ മിഡിൽമെൻ. ഇതിൽ സുപ്രീം കോടതിയുടെ ഒരു പ്രധാന കേസാണ്. ക്രിസ്റ്റ്യൻ മിഷൽ ജെയിംസ് ഈ ഓഗസ്റ്റ വെസ്റ്റ്ലൻഡ് ചോപ്പർ സ്കാം ഉണ്ടായിരുന്നു. ഈ കുറേ VVIP ഹെലികോപ്റ്ററുകൾ വാങ്ങണമായിരുന്നു. അഗസ്റ്റ വെസ്റ്റ്ലൻഡ് ആ കമ്പനിയുടെ പേരാണ്. ഹെലികോപ്റ്റർ വാങ്ങാൻ വേണ്ടി ഇവർ ഒരുപാട് പൈസ കൊടുത്തു എന്നാണ് പറയുന്നത്, കൈക്കൂലി കൊടുത്തു. ആ കേസാണ് അഗസ്റ്റ വെസ്റ്റ്ലൻഡ് ചോപ്പർ സ്കാം. ഇഷ്ടംപോലെ VVIP ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ വേണ്ടി ഓൾറെഡി ഈ ഡീല് കിട്ടാൻ വേണ്ടി ഇവർ കുറേ പൈസ കൊടുത്തു. അതിൽ മിഡിൽമെൻ ആണ് ക്രിസ്റ്റ്യൻ മിഷൽ ജെയിംസ് ഈ വെസ്റ്റ്ലൻഡ് ചോപ്പർ സ്കീമിൽ. അദ്ദേഹത്തിൻ്റെ കേസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഗസ്റ്റ കേസ് എന്ന് പറയുമ്പോൾ ഓർത്തോ ഹെലികോപ്റ്ററിൻ്റെ അഴിമതിയാണ് ഇതിൽ വരുന്നത്. അടുത്തത് കാണ്ട് പ്രിവെന്റ് പൊളിറ്റീഷ്യൻസ് കണ്ടസ്റ്റിംഗ് ബാർ എലക്ഷൻസ്. സുപ്രീം കോർട്ട് ഫ്രൈഡേ റെഫ്യൂസ് എന്റർടൈൻ ഒരു പെറ്റീഷൻ കൊടുത്തു. ബാർ ആക്റ്റീവ് മെമ്പേഴ്സ് പൊളിറ്റിക്കൽ പാർട്ടീസിൽ കണ്ടസ്റ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഓൾറെഡി അല്ലെങ്കിൽ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് അഡ്വക്കേറ്റ്സിന്റെ ബാർ കൗൺസിലും ഇതിലും കണ്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കാൺ പ്രിവെന്റ് പൊളിറ്റീഷ്യൻസ് ഫ്രം. അപ്പോൾ ഇതിൽ കോടതി ചോദിക്കുന്നുണ്ട്, പൊളിറ്റീഷ്യൻസിനെ ബാർ ഇലക്ഷൻസിലേക്ക് കണ്ടസ്റ്റ് ചെയ്യാൻ നമുക്ക് പിന്തിരിപ്പിക്കാൻ പറ്റില്ല, കാരണം പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് മാത്രം അതൊരു ഐഡിയോളജി അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ബാർ ബോഡീസ് ആർ ഇന്റലക്ച്വൽ ബോഡീസ്. സോ പൊളിറ്റിക്കൽ ഒരാൾക്ക് എക്സ് എന്നൊരു വ്യക്തി ഇതിൽ കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്, ബാർ ഇലക്ഷന് കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അയാൾക്കൊരു പാർട്ടി, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ആയിട്ട് ആൾക്കൊരു അനുഭാവിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അയാളെ ബാർ ഇലക്ഷനിൽ നമ്മൾ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? കാരണം അതൊരു ഐഡിയോളജി അല്ല, അയാൾ ഐഡിയോളജിയിൽ നിന്നോട്ടെ എന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും ഐഡിയോളജി ഉണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരും മത്സരിക്കില്ലല്ലോ എന്നില്ലേ? സോ അതൊരു ചെറിയ വാർത്തയാണ്, യു ഷുഡ് ഓൾറെഡി അണ്ടർസ്റ്റാൻഡ്. പിന്നെ പ്രധാനപ്പെട്ടത് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ്. ദിസ് ഇസ് എ പീസ് പ്രൈസ് കൺഫേർഡ് ഓൺ മിഷേൽ ബാഷെലെ. സോ മിഷേൽ ബാഷെലെറ്റ് എന്നായിരിക്കും വായിക്കുന്നുണ്ടാവും, പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് മിഷേൽ ബാഷെലെറ്റ്. സോ ഇവർക്കാണ് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് കൊടുത്തത്. ഈ അവാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ്, ഡിസാർമമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് 2024. ഫോമർ ചിലിയൻ പ്രസിഡന്റ് ആണ്, ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആണ്, പഴയ ചിലി പ്രസിഡന്റും കൂടെ ആണ് ഇവർ. അവർക്ക് വേണ്ടിയാണ് ഈ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. പ്രസിഡന്റ് മിഷേൽ ഇസ് വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് പ്രോമിനന്റ് വോയിസസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, പീസ് ആൻഡ് ഇക്വാലിറ്റി. ആൻഡ് ഷീ ആസ് ദ ഫൗണ്ടിങ് ഡയറക്ടർ ഓഫ് UN Women, UN ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇവർ ഭാഗമായതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ഇവർക്ക് കൊടുക്കുന്നത്. ചിലി പ്രസിഡന്റിന് വേണ്ടിയാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. ദേ ക്യാൻ ഈവൻ ആസ്ക് യു, ഇറ്റ്സ് എ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ, പക്ഷേ എക്സ്പെക്ട് ചെയ്യും, ചിലപ്പോൾ പറയാൻ പറ്റില്ല എന്താണ് ചോദിക്കുന്നതെന്നല്ലേ. പിന്നെ ഹരിയാനയിലെ പ്രൊട്ടസ്റ്റേഴ്സും കാര്യങ്ങളും, ബംഗാൾ കോർട്ട് അവാർഡ്സ് പണിഷ്മെന്റ് ടു അക്യൂസ്ഡ് ഇൻ കുൽത്താലി റേപ്പ് ആൻഡ് മർഡർ കേസ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു ബംഗാൾ കോടതി അവിടുത്തെ പോക്സോ കേസാണ്. ഏതാണ്ട് ഒരു 10 വയസ്സായ ഒരു കുട്ടീനെ റേപ്പ് ചെയ്ത് കൊന്നതിൻ്റെ കേസാണ്.
10-year-old 10 വയസ്സുണ്ടായിരുന്നില്ല കുട്ടീനെ, ആ കുട്ടീനെ റേപ്പ് ചെയ്ത് കൊന്നതിൻ്റെ കേസാണ്. അവിടുത്തെ പോക്സോ കോടതി ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഇറ്റ്സ് എ വെരി നോട്ടബിൾ കേസ്. സോ ഹിയർ അങ്ങനത്തെ ഒരു കേസും കൂടെ വന്നിട്ടുണ്ട്. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. പിന്നെ റോ ഇൻ രാജ്യസഭ ഓവർ കറൻസി നോട്ട്സ് ഫൗണ്ട് ഓൺ എം പി സീറ്റ്. വേറൊന്നുമല്ല, അഭിഷേക് മനു സിംഗ്വിയുടെ സീറ്റിൽ രാജ്യസഭയിൽ ഒരു ഉദാഹരണ ഒരു എക്സാമ്പിൾ, രാജ്യസഭയിൽ ഒരു സീറ്റിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ ഏകദേശം ഒരു കെട്ട് നോട്ട്, 500 രൂപയുടെ ഒരു കെട്ട് നോട്ട് അവിടെ ഇരിക്കുന്നു. അപ്പം എങ്ങനെയാണ് ഒരു എം പിയുടെ ഒക്കെ സീറ്റിൽ ഇത്രയും നോട്ട് അവിടെ കൊണ്ടുവച്ചത്? അപ്പോൾ ഇതിന് ഭയങ്കര അന്വേഷണം നടന്നിട്ടുണ്ട്. സോ ഇതിൽ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ഓൾറെഡി പറയുന്നുണ്ട് റുട്ടീൻ ആന്റി സാബോട്ടാജ് ചെക്ക് ഓഫ് ദ ചേംബർ. അങ്ങനെ ഒരു കറൻസി നോട്ട് കിട്ടി എന്നാണ് പറയുന്നത്. സോ ഈ ആന്റി സാബോട്ടാജ് ചെക്ക് എന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യം മീറ്റിംഗ് കഴിയുമ്പോഴും അവിടെ അഡ്ജേൺമെന്റ് കഴിഞ്ഞതിന് ശേഷം ആ ഹൗസ് മൊത്തം ക്ലീൻ ആക്കും. അങ്ങനെയാണ് വാഡ് ഓഫ് കറൻസി നോട്ട്സ് വാസ് റിക്കവർഡ് ബൈ സെക്യൂരിറ്റി ഒഫീഷ്യൽസ്. ആ അഭിഷേക് മനു സിംഗ്വിയുടെ സീറ്റിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ഏകദേശം ഫിസിക്കലി 500 നോട്ടാണ്, 500 രൂപയുടെ 100 നോട്ടാണ് കിട്ടിയത്. സോ ഇത്രയും പൈസ അവിടെ എങ്ങനെ വന്നു എന്നാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ദ പവർ ഹാസ് കം ഇൻ. യെസ്, ഇറ്റ് ഇസ് കം ഇൻ. ഓക്കെ, സോ ഇറ്റ്സ് ബാക്ക് ആൻഡ് അഗെയിൻ വി വിൽ ഗോ ബാക്ക്. ഈ ഒരു വാർത്തയും കൂടെ നമുക്കിവിടെ നോക്കാം. പിന്നെ രാഹുൽ ഗാന്ധിയുടെ സിറ്റിസൺഷിപ്പ്, ഇതിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യൻ അല്ല, രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് ആണെന്ന് പറഞ്ഞൊരു പ്രശ്നം ഇപ്പോൾ ഓൾറെഡി ഒരു വലിയ ചർച്ച നടക്കുകയാണ്. വരും ദിവസങ്ങളിൽ അന്വേഷണം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്യാബിനറ്റ് 85 പുതിയ കേന്ദ്ര വിദ്യാലയങ്ങൾ വരുന്നുണ്ട്. സോ ഇത് പലപ്പോഴും നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും KV കേന്ദ്ര വിദ്യാലയം എന്താണ്, അതേപോലെ നവോദയ വിദ്യാലയം എന്താണ്. സോ യു ഷുഡ് നോ. ഇത് പണ്ട് മെയിൻസിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. മെയിൻസിന് ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് മെയിൻസിന് റിട്ടേൺ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ് എന്താണ് കേന്ദ്രീയ വിദ്യാലയം നവോദയ വിദ്യാലയം തമ്മിലുള്ള വ്യത്യാസം, എങ്ങനെയാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ യു ഷുഡ് നോ വെൻ 85 ന്യൂ കേന്ദ്ര വിദ്യാലയ ആർ കമ്മിങ് ഇൻ. സോ വെൻ ഡു യു തിങ്ക് കേന്ദ്ര വിദ്യാലയം എങ്ങനെയാണ് വരുന്നതെന്നും കൂടെ നമുക്ക് അറിയണം. പിന്നെ പൊളിറ്റിക്കൽ വാർത്തകളും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി അതർ ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. അപ്പോൾ ഇത് അത്രേ വാർത്തയേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ നാഷണൽ ന്യൂസിൽ സ്റ്റോക്ക് ഓഫ് ആന്റി TB ഡ്രഗ്സ്, ആന്റി ട്യൂബർക്ലോസിസ് ഡ്രഗ്സ് അണ്ടർ നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ മിഷൻ. നമ്മൾ ഇന്ന് പത്രത്തിലും കൂടെ കണ്ടതേ ഉള്ളൂ. TB മുക്ത് അഭിയാൻ എന്ന് പറഞ്ഞ നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ. അപ്പോൾ ഞാൻ പിന്നെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, എന്താണ് TB എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. എന്താണ് ട്യൂബർക്ലോസിസ്, എന്താണ് ഗവൺമെന്റിന്റെ മിഷൻ എയിം ചെയ്യുന്നത്, TB ശരിക്കും സ്പ്രെഡ് ചെയ്യും, TBയുടെ സിംറ്റംസ് എന്താണ് എന്നൊക്കെ ഉള്ളതും കൂടെ യു ഷുഡ് ഹാവ് എ വെരി ക്ലിയർ കട്ട് ഐഡിയ. സോ പ്ലീസ് വർക്ക് ഓൺ ദാറ്റ്. അത് ഇവിടെ നോക്കണം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ഗ്യാൻ വ്യാപി മോസ്ക് കമ്മിറ്റി ഒപ്പോസസ് പെറ്റീഷൻസ് അഗെയിൻസ്റ്റ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991. അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു കേസ് നിങ്ങൾക്കറിയാം. ഓൾറെഡി ഗ്യാൻ വ്യാപിയിലും ഒരു കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നിങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കേസുകളുണ്ട്. ഗ്യാൻ വ്യാപി, കൃഷ്ണ ജന്മഭൂമി മഥുര, ഇപ്പോൾ അജ്മേറിലെ ദർഗ, ഇപ്പോൾ സാംഭാലിലെ പള്ളി. അപ്പോൾ ഓൾറെഡി ഒരു മോസ്ക് ഇതിൽ പ്രധാനപ്പെട്ട കേസ് കാണാം. ഓൾറെഡി ഒരു മോസ്ക് ടെമ്പിൾ ആയിരുന്നു എന്ന് പറയുന്ന ഒരു കേസ് നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ വെറുതെ കേസ് എടുക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 ഉണ്ട്. ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഓഗസ്റ്റ് 15 1947 ഇത് പള്ളിയായിരുന്നു അമ്പലമാണെന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ മേജർ കേസിൽ എല്ലാ കേസിലും ഇത് പള്ളിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് അമ്പലമായിരുന്നു എന്ന് പറയുന്ന കേസ്, അങ്ങനെ ഒരു കേസ് കേൾക്കേണ്ട ആവശ്യം പോലും ഈ ആക്ട് അനുസരിച്ചിട്ടില്ല. It is prima facie, it is very clear that you cannot even entertain the suit because the Places of Worship Act 1991 clearly mandates that ഈ ദിവസം നടന്ന സംഭവമാണെങ്കിൽ അത് എന്റർടൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അപ്പോഴും കമ്മിറ്റി വരുന്നുണ്ട്. ഒരുപാട് ഹിന്ദുസ് ഇതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ഇത് അവർക്ക് തിരിച്ച് കിട്ടണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ അമ്പലമായിരുന്നു, 500, 600 അല്ലെങ്കിൽ 1000 വർഷം മുന്നേ അമ്പലമായിരുന്നു, തിരിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് കോടതി എന്റർടൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് പാർസീസ്, ഹിന്ദുസ്, ജൈൻ ഇവരൊക്കെ പറയുന്നുണ്ട്, സിഖുകാരൊക്കെ ഞങ്ങളുടെ പഴയ കാലത്തെ ഞങ്ങളോട് അന്ന് ചെയ്ത തെറ്റ് ഇന്ന് തിരുത്തണം എന്നില്ല. സോ സുപ്രീം കോടതി വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ് ലോസ്, നിയമങ്ങൾ കനോട്ട് ബി, പണ്ടത്തെ കാലത്ത് ഇറ്റ് കനോട്ട് ബി എ പ്ലാറ്റ്ഫോം ടു ഗിവ് യു സോലസ് ഫോർ ദ ആക്ഷൻസ് കമ്മിറ്റഡ് ബൈ ദി ഏൻഷ്യന്റ് റൂളേഴ്സ്. പഴയ കാലത്ത് ആൾക്കാർ നടത്തിയ അതിക്രമങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി സുപ്രീം കോടതിയുടെ നിയമങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. 500, 600 വർഷം മുന്നേ അയാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇത്രയും വർഷം റെട്രോസ്പെക്റ്റീവ്ലി അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അന്ന് ഈ IPC കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇല്ല. അപ്പോൾ അതെങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞു.
പിന്നെ അതേപോലെ സുപ്രീം കോടതി അല്ലെങ്കിൽ കോടതികൾ, ഇന്ത്യയിൽ ജുഡീഷ്യറി കോടതികൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പ്ലാറ്റ്ഫോം, ഇറ്റ്സ് നോട്ട് എ വെന്യൂ. നിങ്ങളുടെ 500 അല്ലെങ്കിൽ 1000 വർഷം മുന്നേ നിങ്ങൾക്കെതിരെ നടന്ന ഒരു ക്രൈമിന് നിങ്ങൾക്ക് റെട്രിബ്യൂഷനോ അല്ലെങ്കിൽ സോളസ് ഒരുതരം സന്തോഷമോ അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങിത്തരാനുള്ള ഒരു വേദി അല്ല സുപ്രീം അല്ലെങ്കിൽ കോടതികൾ എന്ന് കോടതി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് വലിയ ഡിഫിക്കൽട്ട് പ്രശ്നമാണ്, ഇത് വലിയൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ഞാനിപ്പോൾ പറഞ്ഞെല്ലാം കോടതി പറഞ്ഞാണ്, എൻ്റെ അഭിപ്രായം അല്ല ഞാൻ പറഞ്ഞത്. ദിസ് ഇസ് വാട്ട് ദ കോർട്ട് സെറ്റ്. ഓക്കെ, സോ ഡു നോട്ട് തിങ്ക് ഞാൻ പറഞ്ഞ എൻ്റെ ഒപ്പീനിയൻ അല്ല ഞാൻ പറഞ്ഞത്. കോടതി എന്താണോ പറഞ്ഞത് അതാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് പരീക്ഷയ്ക്ക് വേണ്ടി. നൗ ഇന്ത്യസ് ഗ്രോത്ത് സ്റ്റോറി വിൽ എൻകംപാസ് നോർത്ത് ഈസ്റ്റ്. ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ട് പറയുന്നതാണ്. ഇന്ത്യയിൽ നമുക്ക് തന്നെ അറിയാം, ഇതിൻ്റെ ചരിത്രം ഇത്രയേ ഉള്ളൂ. ഇത്രയും വർഷം ഇന്ത്യ നമുക്കിവിടെ ഇത്രയും വലിയ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ഉണ്ടായിട്ടും ഫ്രീഡം കിട്ടിയതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാം നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ ശരിക്കും ഇന്ത്യയിൽ നിന്ന് കട്ട് ഓഫ് ആയിട്ടാണ് നിന്നിട്ടുള്ളത്. അവർ ഇന്ത്യയുടെ ഭാഗമാണെങ്കിൽ പോലും ഇന്ത്യയിലുള്ള പല ആൾക്കാരും അവരെ ഇന്ത്യയുടെ ഭാഗമായിട്ട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള ഐ സ്റ്റിൽ റിമെമ്പർ ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവിടുത്തെ പഠിക്കുന്ന കുട്ടികൾ, ഈവൻ സിവിൽ സർവീസിന് ഡൽഹിയിൽ പഠിപ്പിക്കുന്ന, ഇപ്പോൾ അവിടെ പഠിപ്പിച്ചിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനെ കാണുമ്പോൾ അവിടുത്തെ നോർത്ത് ഈസ്റ്റ് സ്റ്റുഡൻസ് എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, അവരെപ്പോഴും ഒരു ഗ്രൂപ്പിലാണ് വരിക. യു കോൾ ഇറ്റ് ഝുണ്ട്. ഒരു ഗ്രൂപ്പിലാണ് വരും, പാക്ക് പോലെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് പോയാൽ അവർക്ക് ഇപ്പോഴും പേടിയാണ്. നോർത്ത് ഇന്ത്യൻസ് ഇപ്പോഴും അവരെ ചൈനീസ് എന്ന് വിളിക്കും, ചോമിൻ എന്ന് വിളിക്കും, നൂഡിൽസ് എന്ന് വിളിക്കും, അവരെപ്പോഴും അബ്യൂസ് ചെയ്യും. സോ അവരെ ഇന്ത്യൻസ് ആയിട്ട് കാണുന്ന നമുക്കിവിടെ കേരളത്തിൽ നിൽക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. വെൻ യു ഗോ അപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ്, ഗോ ടു ദ നോർത്തേൺ പാർട്സ് ഓഫ് ഇന്ത്യ, ഇവരെ വേണ്ടത്ര രീതിയിൽ സപ്പോർട്ട് ചെയ്യാറില്ല. അപ്പോൾ നോർത്ത് ഈസ്റ്റ് മൊത്തത്തിലൊരു കട്ട് ഓഫ് സിറ്റുവേഷനിലാണ്. അതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റുകാരെ ഇന്ത്യയിലേക്ക് ഭയങ്കരമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് മോഡി ഉൾപ്പെടെ അങ്ങനെ ഒരു മിനിസ്ട്രി ഉണ്ടാക്കി. ഡോണർ എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി വന്നു. ഇപ്പോൾ പറയുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്നാണ് ഇന്ത്യയുടെ മൊത്തം ഗ്രോത്തിന് വരാൻ പോകുന്നത്. സോ നോർത്ത് ഈസ്റ്റ് ഇസ് ഗോയിങ് ടു ബി ദ ഗ്രോത്ത് എൻജിൻ ഓഫ് ഇന്ത്യ. ബിക്കോസ് നമുക്ക് നോക്കുമ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അങ്ങോട്ടേക്കുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഇന്ത്യ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഈ ഏരിയ നിൽക്കുമ്പോൾ താഴേക്കുള്ള ബേ ഓഫ് ബംഗാൾ തൊട്ട് ഇവിടേക്കുള്ള എല്ലാ രാജ്യങ്ങളും ഉണ്ട്. സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, മ്യാൻമാർ, ചൈന, അങ്ങോട്ടേക്കുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളായിട്ടെല്ലാം നല്ല ട്രേഡ് റിലേഷൻ കൊണ്ടുവരാൻ നോർത്ത് ഈസ്റ്റിനാണ് സാധിക്കുക. അതുകൊണ്ടാണ് അഷ്ടലക്ഷ്മി ഫെസ്റ്റിവൽ ഇവിടെ നടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കഥ. അഷ്ടലക്ഷ്മി മഹോത്സവ്. ഈ ഇവിടുത്തെ നോർത്ത് ഈസ്റ്റിലെ 8 സ്റ്റേറ്റ്സിനെയും അഷ്ടലക്ഷ്മികളായിട്ടാണ് നരേന്ദ്രമോദി ഉപമിക്കുന്നത്. സോ ദാറ്റ് ഇസ് വൈ അവിടുത്തെ ക്രാഫ്റ്റും കാര്യങ്ങളും ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്, അഷ്ടലക്ഷ്മി സ്റ്റേറ്റ്സ്. സോ റിമെമ്പർ ദ സ്റ്റോറി ഓഫ് നോർത്ത് ഈസ്റ്റ്. ഓക്കെ, ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. പിന്നെ സെന്റർ ടു ഡെവലപ്പ് 4 ന്യൂ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ജമ്മു ആൻഡ് കശ്മീർ വിത്ത് ഹെൽപ്പ് ഓഫ് വേൾഡ് ബാങ്ക്. അവിടെ ജമ്മു ആൻഡ് കശ്മീരിൽ ഇത്രയും പ്രശ്നം നടക്കുമ്പോഴും വേൾഡ് ബാങ്ക് എല്ലാവരും കൂടെ ചേർന്നിട്ട് JNKയിൽ നല്ല ടൂറിസ്റ്റ് സ്പോട്ടുകൾ വേണമെന്നാണ് പറയുന്നത്. കാരണം എന്നാൽ മാത്രമേ ആൾക്കാർ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് കൂടുതൽ വിസിറ്റ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു വാർത്തയും കൂടെ അവിടെ വരുന്നുണ്ട്. സോ കുറേ പുതിയ സ്ഥലങ്ങളുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇപ്പോൾ കോക്കർനാഗ്, അനന്ത്നാഗിൽ കോക്കർനാഗ്, ബറാദരി, അതേപോലെ തന്നെ ബദർവ, ഡോഡ, ദൂത് പത്രി, ബുഡ്ഗാം, ഈ സൈറ്റുകളൊക്കെയാണ് കാശ്മീരിലെ സൈറ്റുകളിലൊക്കെ വേൾഡ് ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഗുൽമാർഗ്, പെഹൽഗം, വൈഷ്ണവോ ദേവി ഒക്കെ പോപ്പുലറാണ്. അപ്പോൾ കുറച്ചും കൂടെ പോപ്പുലർ ചെയ്യാൻ വേൾഡ് ബാങ്ക് ഡെസ്റ്റിനേഷൻ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ടെററിസ്റ്റ് അറ്റാക്സും കാര്യങ്ങളും വരുമ്പോൾ ആൾക്കാർ പലരും പേടിച്ചിട്ട് അങ്ങോട്ട് പോകാറില്ല. അത് വേറൊരു കാര്യം. പിന്നെ അതേപോലെ എംപ്ലോയി EPFO, പെൻഷൻ്റെ EPFO എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണല്ലോ. EPFO എന്ന് പറയുന്നത് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ. ഇവർക്ക് ഏതാണ് വലിയ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ദി അവാർഡ് ഈസ് ഗിവൺ ബൈ ദി ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ. എന്താണ് ISSA എന്നൊരു അസോസിയേഷൻ്റെ അവർ കൊടുക്കുന്ന പ്രൈസാണ് ഫോർ ഏഷ്യ പസഫിക്കിലെ ഏറ്റവും ബെസ്റ്റ് സർവീസസ് കൊടുത്തിട്ടുള്ള EPFOന് ബെസ്റ്റ് ഒരു അവാർഡ് കൊടുത്തിരിക്കുകയാണ്. സോ ഇത് സൗദി അറേബ്യ വെച്ചിട്ട് നടന്നൊരു പ്രോഗ്രാമിനാണ് അവാർഡ് കൊടുത്തിരിക്കുന്നത്. ഔട്ട്റീച്ച് പ്രോഗ്രാം നിധി ആപ്കെ നിക്കട്ട്, ഇങ്ങനത്തെ കുറേ പ്രോഗ്രാംസ് ഇവർ നടത്തുന്നുണ്ട്. EPFOയുടെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്, നിധി ആപ്കെ നിക്കട്ട്. സോ അതിൽ EPFO എടുത്ത കുറേ പരിപാടികൾ, അവരുടെ വെബിനാറുകൾ, അവരുടെ മെസ്സേജുകൾ, അവർ നടത്തിയ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്, എംപ്ലോയീസിന് വേണ്ടി നടത്തിയ ഒരുപാട് കാര്യങ്ങൾ എല്ലാം കണക്കിലെടുത്തിട്ടാണ് ദേ ഹാവ് ബീൻ അവാർഡഡ് ഗുഡ് പ്രാക്ടീസ് അവാർഡ്. EPFOക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട്. സോ റിമെമ്പർ, നമ്മളെപ്പോഴും EPFO കൂടെ നോക്കാറുണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെയൊക്കെ കാര്യത്തിലും പെൻഷൻ്റെയൊക്കെ കാര്യത്തിലും നമ്മൾ നോക്കുന്നതാണ്. സോ ന്യൂ നോംസ് ഫോർ പൈലറ്റ്സ് ക്യാൻ ബി ഇംപ്ലിമെന്റ് ഫ്രം നെക്സ്റ്റ് ഇയർ സേസ് DGCA. ഓൾറെഡി പൈലറ്റ്സിന് ഉറക്കമില്ല, അല്ലെങ്കിൽ പൈലറ്റ്സിൻ്റെ ഫറ്റീഗ് ഇസ് വെരി സംതിങ് ദാറ്റ് ഇസ് ബീൻ ഡിസ്കസ്ഡ് വെരി ഫ്രീക്വൻ്റ്ലി. ശരിക്കും പറയുന്നുണ്ട് പൈലറ്റ്സിനൊന്നും റെസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ പൈലറ്റ്സിന് ഓൾറെഡി 36 മണിക്കൂർ റെസ്റ്റ് കൊടുക്കുന്നുണ്ട് ഒരാഴ്ചയിൽ. അതിന് ഓൾറെഡി 48 മണിക്കൂറായിട്ട് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് റെസ്റ്റ്. ദാറ്റ് മീൻസ് ഒരാഴ്ചയിൽ 48 മണിക്കൂർ എന്ന് പറയുമ്പോൾ 2 ദിവസം പോയി കിട്ടി. അപ്പോൾ ഏകദേശം 5 ദിവസം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പ്രധാനപ്പെട്ട ഇതിൻ്റെ നെഗറ്റീവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറേ പൈലറ്റ്സിന് വേണ്ടിയുള്ള
പുതിയ നോംസ് വരുമ്പോൾ ഇതിൻ്റെ സഫറിങ് പൈലറ്റ്സ് തന്നെയാണ്. ഇപ്പോൾ 36 മണിക്കൂർ റെസ്റ്റ് പറയുന്നതിൽ 7 ദിവസം വർക്ക് ചെയ്യുന്നതിൽ 5 ദിവസം വർക്ക് ചെയ്യുമ്പോൾ വെച്ചാൽ പൈലറ്റ്സിൻ്റെ സാലറി കുറഞ്ഞു പോകും. പക്ഷേ പൈലറ്റ്സിന് അത് സമ്മതമല്ല. സാലറി കുറയാനും പാടില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഓടിക്കാൻ തയ്യാറാണ്, നിങ്ങളല്ലേ ഓടിക്കേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിൽ ഇവരുടെ സാലറി കുറയുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറേ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, വീക്ക്ലി റെസ്റ്റ് ഫോർ 36 hours to 48 hours, റെഡ്യൂസ് ദർ നൈറ്റ് ടൈം ഫ്ലൈയിങ്, രാത്രി ഓടിക്കുന്ന നൈറ്റ് ടൈം ഫ്ലൈയിങ് കുറച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പൈലറ്റ്സിൻ്റെ സാലറിയുടെ ഇഷ്യൂ പറയുന്നുണ്ട്. സോ ഇതൊക്കെ പതുക്കെ വരുന്നുള്ളൂ. ഇതൊക്കെ പതുക്കെ കൊണ്ടുവന്നാൽ മതി എന്നാണ് പറയുന്നത്. അടുത്ത വർഷം കൊണ്ടുവന്നാൽ മതി എന്നാണ് ഇവർ ഇതിൽ പറയുന്നത്. സോ റിമെമ്പർ ദാറ്റ്, ഈ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ GDP ഗ്രോത്ത് റേറ്റ് സ്ലോ ഡൗൺ ഇൻ Q2. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിൽ തന്നെ പറയാം, നമ്മുടെ എക്കോണമി GDP ഗ്രോത്ത് റേറ്റ് 5.4% ആയിട്ട് കുറഞ്ഞു. നല്ല ഗ്രോത്ത് റേറ്റ് എന്നാണ്. ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നുണ്ട് ഇത് കുറഞ്ഞതൊന്നും അല്ല, ഇതൊരു സ്ലോ ഡൗൺ ആണ്, പക്ഷെ നമ്മൾ ഉടനെ തന്നെ തിരിച്ച് കയറും. ഇതിൻ്റെ പ്രധാന കാര്യം പറയുന്നത് ജസ്റ്റ് എ സ്ലോ ഡൗൺ ആൻഡ് വീൽ ഇമ്മീഡിയറ്റ്ലി ക്ലൈം ബാക്ക് വെരി ഫാസ്റ്റ്. ആൻഡ് വെരി ക്വിക്ക്ലി. അപ്പോൾ ഈ ക്ലൈം ബാക്ക് പെട്ടെന്ന് നടത്തും. ഇത് എന്തുകൊണ്ട് സ്ലോ ഡൗൺ ആയെന്ന് പറയുന്ന ഫിനാൻസ് മിനിസ്റ്റർ പറയുന്ന ഒരു പ്രധാന കാര്യം, ഗവൺമെൻറ് സ്പെൻഡിങ് കുറഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് ഗവൺമെൻറ് സ്പെൻഡിങ് കുറഞ്ഞു. സോ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്തത് കുറഞ്ഞു, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പുതിയ ഹോസ്പിറ്റൽ ഉണ്ടാക്കുക, പുതിയ റോഡ് ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന കുറച്ചിട്ടുണ്ട്. സോ നൗ വീൽ സ്പെൻഡ് മോർ. ഇനി ഞങ്ങൾ സ്പെൻഡ് കൂട്ടും. സ്പെൻഡ് കൂട്ടുമ്പോൾ കൂടുതൽ ഗ്രോത്ത് വരും, GDP ഗ്രോത്ത് റേറ്റ് കൂടും. സോ ഇതാണ് നിർമ്മല സീതാരാമൻ ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ്സ് എ സ്ലോ ഡൗൺ ആൻഡ് വീൽ കം ബാക്ക്. ആബ്സെൻസ് ഓൺ ആക്ടിവിറ്റി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സെട്ര. ഈ കണ്ടോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു, വി വിൽ ഇൻക്രീസ് ഇറ്റ് ആൻഡ് വീൽ ബ്രിങ് ഇറ്റ് ബാക്ക്. ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ വെരി ക്ലിയർ. പിന്നെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യം, നോ പ്ലാൻസ് ഫോർ ഡോളറൈസേഷൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഗവൺമെൻറ് ഒഫീഷ്യലി എടുത്ത തീരുമാനമാണ് ഡോളറൈസേഷൻ. സോ യു ഷുഡ് ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ. ഓൾറെഡി നമുക്കൊരു പ്ലാൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രിക്സിൻ്റെ കോണ്ടെക്സ്റ്റ് കണ്ടിട്ടുണ്ട്. ബ്രസീലിലും ബ്രിക്സിൽ മീറ്റിംഗ് നടന്നപ്പോൾ സ്വന്തമായൊരു കറൻസി പ്ലാൻ ചെയ്തിട്ടുണ്ട് ബ്രിക്സ്. അതേപോലെ തന്നെ ബ്രിക്സിൽ റഷ്യ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നമുക്കിനി സ്വിഫ്റ്റ് സിസ്റ്റം ഒന്നും ആവശ്യമില്ല, നമുക്ക് നമ്മുടേതായ സിസ്റ്റം വരും. ഇന്ത്യയും റഷ്യയും തമ്മിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡോളറിൻ്റെ കറൻസി ഒന്നും വേണ്ട, നമുക്ക് വേണമെങ്കിൽ റുപ്പിയിലും റൂബിളിലും ട്രാൻസാക്ട് ചെയ്യാന്നാണ് പറയുന്നത്. റുപ്പിയും റൂബിളും വെച്ച് ട്രാൻസാക്ട് ചെയ്യാം. അപ്പം ബ്രിക്സ് രാജ്യങ്ങൾ, ഡെവലപ്പിംഗ് രാജ്യങ്ങളോടൊക്കെ പറയുന്നുണ്ട്, നമ്മൾ എന്തിനാണ് ഡോളർ ഉപയോഗിക്കുന്നത്? വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് യൂസിങ് ദിസ് ഡോളർ? നമുക്ക് ഈ ഡോളറിൻ്റെ ആവശ്യമില്ല, നമുക്ക് ലോക്കൽ കറൻസിയിൽ ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും വലിയ അടി കിട്ടിയത് കഴിഞ്ഞ 4 ദിവസം മുന്നേ ട്രംപ് ഒരു വലിയൊരു പ്രൊഫറ്റിക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, നിങ്ങൾ ഡോളർ എങ്ങാനും മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ 100% ടാരിഫ് അടിച്ചു തരും. ടാരിഫ് ഇൻ ദ സെൻസ്, പിന്നെ നിങ്ങളുടെ ഗുഡ്സ് നിങ്ങളിവിടെ ഡോളറിൽ ട്രാൻസാക്ട് ചെയ്യാതെ റുപ്പിയിലും റൂബിളിലൊക്കെ കളിച്ചാൽ, നിങ്ങൾ ഇവിടെ ഇന്ത്യ ഇനി US ട്രേഡ് ചെയ്യുന്ന സമയത്ത്, പ്രധാനപ്പെട്ട ഗുഡ്സ് കയറ്റി അയക്കുന്ന സമയത്ത് ടാക്സ് എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങളുടെ 5 രൂപയുടെ ഗുഡ്സ് അമേരിക്കയിൽ 5 രൂപയുടെ കാര്യം അമേരിക്കയിൽ ഏകദേശം ഒരു 8 രൂപയ്ക്ക് പോകുന്നുണ്ട് ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട്. നിങ്ങളുടെ സാധനം ഇനി 5 രൂപയാണെങ്കിൽ ഞങ്ങളിവിടെ 8 രൂപയ്ക്കല്ല, ഞങ്ങൾ 10,000 രൂപയുടെ ഒരിക്കലും വാങ്ങിക്കാത്ത രീതിയിൽ ഞങ്ങൾ ടാക്സ് കൂട്ടി വയ്ക്കും. അപ്പോൾ ഡോളർ നിങ്ങൾ മാറ്റിയാൽ നിങ്ങൾ വിവരം അറിയുന്നതാണ് പറയുന്നത്. സോ ഇതൊരു ഇന്റർനാഷണൽ ഇഷ്യൂ കൂടാണ്, ഡോളറൈസേഷൻ. എല്ലാവരും ഡോളറിൽ ട്രാൻസാക്ട് ചെയ്യുമ്പോഴാണ് ഡോളറിന്റെ വാല്യൂ നിൽക്കുന്നത്. അത് തന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ സക്സസും. പറയുന്നുണ്ട് ഏകദേശം ലോകത്ത് 58% മുതൽ 60% വരെ ലോകത്തിന്റെ ട്രാൻസാക്ഷൻ മുഴുവൻ ഡോളറിലാണ് നടക്കുന്നത്. ദാറ്റ് മേക്സ് ഡോളർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അഗെയിൻ ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ ഫ്രം എക്കണോമിക്സ്. സോ അടുത്തത്, RBI ക്രിയേറ്റ്സ് എ മ്യൂൾ ഹണ്ടർ. ഈ ഇല്ലീഗൽ ഡിജിറ്റൽ ഫ്രോഡ് തടയാൻ വേണ്ടി എല്ലാവരും കൂടെ ചെയ്യുന്നൊരു സംഭവമാണ് മ്യൂൾ അക്കൗണ്ട്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് മ്യൂൾ അക്കൗണ്ട്സ്. ഇതെന്ന് പറയുന്നത് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടാവും, ഒരു അക്കൗണ്ട് എക്സിനൊരു അക്കൗണ്ട് ഉണ്ട്, ആരൊക്കെയോ ഇതിനകത്തേക്ക് ഫണ്ട് ഇടുന്നു. ഈ ഇട്ട ആൾക്കാരല്ല ഈ ഫണ്ട് മാറ്റിയിട്ട് പിന്നെ വേറൊരു അക്കൗണ്ടിൽ കൊണ്ടിടും, പിന്നെ ഇവിടെ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് കൊണ്ടിടും. അങ്ങനെ ഈ ഫണ്ട്സ് എല്ലാം, ഡിജിറ്റൽ ഫ്രോഡ്സ് എല്ലാം, ഈ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന അക്കൗണ്ടിന് പറയുന്ന പേരാണ് മ്യൂൾ അക്കൗണ്ട്. അനാവശ്യമായിട്ട് ഭാരം താങ്ങുന്നു എന്നാണ്. ഒരു കഴുത, മ്യൂൾ എന്ന് ഉദ്ദേശിക്കുന്ന കഴുതയാണ്. അനാവശ്യമായിട്ട് കഴുത ഭാരം താങ്ങുന്ന പോലെ ഒരു അക്കൗണ്ട് പൈസ ഇടും, കുറച്ച് കഴിഞ്ഞിട്ട് ഈ അക്കൗണ്ടിൽ നിന്ന് എവിടെ നിന്ന് പോയി എവിടെ നിന്ന് വന്നു ആർക്കും അറിയില്ല, അവിടെ നിന്നും എവിടെ പോയി എന്നറിയില്ല. അങ്ങനെ ഒരു ചെയിൻ ആയിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി AI മെഷീൻ ലേണിംഗ് സിസ്റ്റം കൊണ്ടുവന്ന് RBI പുതിയ കണ്ടുപിടിച്ച സംഭവത്തിൻ്റെ പേരാണ്, ഇറ്റ്സ് കോൾഡ് മ്യൂൾ ഹണ്ടർ. അതാണ് RBI കണ്ടുപിടിച്ച സംഭവം, മ്യൂൾ ഹണ്ടർ ആണ്. RBIയുടെ ഇന്നോവേഷൻ ഹബ്ബ്, ബാംഗ്ലൂരിലുള്ള RBIH ഇന്നോവേഷൻ ഹബ്ബാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ പേയ്മെൻറ്റ് സിസ്റ്റത്തിന് ഇത് കണ്ടുപിടിക്കാൻ, മ്യൂൾ അക്കൗണ്ട്സിനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ഇത് പറയുന്നത്. ലെറ്റ്സ് ഹോപ്പ് ആൻഡ് സീ. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, എന്താണ് എൻക്ലാറ്റ് ആകാശ് ടു മൂവ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. എന്താണ് NCLT?
NCLT, അതേപോലെ എൻക്ലാറ്റ്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഇവിടെ ഓൾറെഡി 2 കമ്പനികൾ നമ്മൾ, നിങ്ങൾക്ക് കമ്പനീസ് ആക്ട് അനുസരിച്ചാണ് ആണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കമ്പനി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ഇപ്പോൾ ബൈജൂസിൻ്റെയും കാര്യമാണ്, ബൈജൂസിൻ്റെ ആകാശിൻ്റെ ഒക്കെ കാര്യമാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനീസ് തമ്മിൽ പ്രശ്നമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കുറേ ഡിസ്കസ് ചെയ്തത് കമ്പനീസിൻ്റെ ഡിസ്പ്യൂട്ട് ഉണ്ട്, എയും ബിയും അങ്ങനെ 3-4 കമ്പനീസ് ഡിസ്പ്യൂട്ട് ഉണ്ട്. നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി എൻക്ലാറ്റിലേക്കാണ് പോയത്. അങ്ങനെ പോകണ്ടെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. നിങ്ങൾ ഇതിന് ആദ്യമേ അവിടെ പോയത്? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം NCLT പോകണം, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ പോകണം. ഇവിടെ എന്തെങ്കിലും വിധി വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ എൻക്ലാറ്റിലേക്ക് പോകണം. അപ്പോൾ അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അപ്പലേറ്റ് ആണ് എൻക്ലാറ്റ്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. കമ്പനി കേസസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആദ്യമേ എൻക്ലാറ്റിലേക്കല്ല, NCLT കഴിഞ്ഞ് എൻക്ലാറ്റിലേക്ക് പോയാൽ മതി എന്നാണ് ഇതിൽ പ്രധാനമായിട്ട് കാര്യം പറയുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ഓൾസോ ക്ലിയർ. അപ്പോൾ അതിനകത്തൊരു പ്രധാന കാര്യം എൻക്ലാറ്റ് എന്താണെന്ന് ഓർമ്മയുണ്ട്. അതാണ് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും വലിയ എക്കണോമിക് കോറിഡോറാണ് ഒഡീസയിൽ തുറക്കാൻ പോകുന്നത്. അതാണ് ഈ പ്ലാനിങ് ടു ഡെവലപ്പ് എക്കണോമിക് കോറിഡോർ ഇൻ ഒഡീസ. പുതിയൊരു വലിയൊരു പോർട്ടും സ്പെഷ്യൽ എക്കണോമിക് സോണും ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. സോ അദാനി ഈസ് സ്റ്റിൽ ആക്റ്റീവ്. പിന്നെ ഇതിനകത്ത് പറയുന്നത് സ്മോൾ ഫിനാൻസ് ബാങ്ക് അലൗഡ് ടു ട്രാൻസ്ഫർ ലോൺസ് വയ UPI. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, സിവിൽ സർവീസിന് നമുക്ക് ഓൾറെഡി UPI ഉപയോഗിക്കുന്ന സമയത്ത് ഗൂഗിൾ പേ ആണെങ്കിലും പേടിഎം ആണെങ്കിലും ഒക്കെ നമുക്ക് UPIയിൽ തന്നെ നമുക്ക് അതിൽ തന്നെ ലോൺ ഓഫർ വരാറുണ്ടല്ലോ. പേടിഎം ഉപയോഗിക്കുന്നവർക്ക് 2 ലക്ഷം രൂപയ്ക്ക് ഇൻസ്റ്റൻ്റ്ലി ലോൺ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലോൺ കൊടുക്കാൻ സ്മോൾ ഫിനാൻസ് ബാങ്കിന് സമ്മതിക്കില്ലായിരുന്നു. സോ ദാറ്റ് ബ്രിങ്സ് us വാട്ട് ഇസ് എ സ്മോൾ ഫിനാൻസ് ബാങ്ക്. എന്തിനെയാണ് നമ്മളൊരു SFB എന്ന് വിളിക്കുന്നത് എന്നാണ് ചോദ്യം. എന്താണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്? സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നല്ലെങ്കിൽ SFB എന്ന് പറയുന്നത് ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്, റിമെമ്പർ ദിസ്, അണ്ടർ ബാങ്ക്ഡ് ഏരിയാസ്. അണ്ടർ ബാങ്ക്ഡ് ഏരിയാസ്, ബാങ്കുകൾ ഇല്ലാത്ത റൂറൽ ഏരിയാസ്, അണ്ടർ ബാങ്ക്ഡ് ഏരിയാസ് അല്ലെങ്കിൽ അൺബാങ്ക്ഡ്, ബാങ്കുകൾ കുറവാണ് എന്നുള്ള സ്ഥലങ്ങളിലും ബാങ്കുകളെ ഇല്ല, ബാങ്കുകളെ ഇല്ലാത്ത റൂറൽ ഏരിയാസ് ഇഷ്ടം പോലെ ഉണ്ട്. റൂറൽ ഏരിയാസും സെമി അർബൻ ഏരിയാസും ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു തരത്തിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടും ബാങ്ക് സൗകര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ്, ഫിനാൻഷ്യൽ സർവീസസ് കൊടുക്കാൻ വേണ്ടിയാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇവർക്ക് മനസ്സിലാക്കി വെക്കുക, സ്മോൾ ഫിനാൻസ് ബാങ്കിനും പ്രയോറിറ്റി സെക്ടർ PSL ഉണ്ട്. വാട്ട് ഇസ് PSL? പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. ഇവർക്കും PSL ഉണ്ടെന്ന് പറയാൻ കാരണം, പ്രയോറിറ്റി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, സ്മോൾ മൈക്രോ എഡ്യൂക്കേഷൻ, അങ്ങനത്തെ സ്കീമുകൾക്കൊക്കെ ഈ ബാങ്കുകൾ ഫണ്ട് കൊടുത്തേ പറ്റുള്ളൂ. പ്രയോറിറ്റി സെക്ടർ എന്ന് പറയുമ്പോൾ അത്രയും പൈസ അവർക്ക് കൊടുക്കണം. അഗ്രികൾച്ചർ, ഇതിലിപ്പോൾ എഡ്യൂക്കേഷൻ, സ്മോൾ മൈക്രോ ഇൻഡസ്ട്രി, ഇവർക്കൊക്കെ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഇതാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുന്നതാണ്. നമുക്ക് ഇഷ്ടംപോലെ ബാങ്കുകൾ ഇന്ത്യയിൽ, വേറെ ഇഷ്ടംപോലെ ബാങ്ക് ഉണ്ട്. ഇക്വിറ്റാസ്, AIS എന്നൊക്കെ പറഞ്ഞ ബാങ്ക് ഉണ്ട്. നമുക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാനുള്ള ബാങ്ക് എന്ന് പറയുന്നത് ISAF ആണ്. ISAF ബാങ്ക് കേട്ടിട്ടില്ലേ? നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള എല്ലായിടത്തും ഉള്ള ISAF ബാങ്ക് എന്ന് പറയുന്നത് അത് സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടെ ഇവിടെ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്കത് ക്ലിയർ ആണ്. ഓക്കെ, പിന്നെ ഈ ടോപ്പിക്ക് ഞാൻ ആദ്യമേ ഓൾറെഡി ഫസ്റ്റ് സെഷൻ തുടങ്ങിയപ്പോൾ പഠിപ്പിച്ചതാണ്. ഇന്റർനാഷണൽ ന്യൂസിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സിറിയയിൽ പ്രശ്നം നടക്കുന്നുണ്ട്, അതൊരു വലിയ ഇഷ്യൂ ആണ്. ഡെഫിനറ്റ്ലി നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ സിറിയൻ ക്രൈസിസും കൂടെ പഠിക്കണം. സിറിയ മൊത്തം പ്രശ്നത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സിറിയൻ ക്രൈസിസ് എന്താണെന്നും കൂടെ നോക്കണം. പിന്നെ റഷ്യ യുക്രൈൻ വാറിന് വ്യത്യാസമൊന്നുമില്ല. എൻറിച്ച്ഡ് യുറാനിയം പ്രൊഡക്ഷൻ, വാട്ട് ഡു യു മീൻ ബൈ എൻറിച്ച്ഡ് യുറാനിയം പ്രൊഡക്ഷൻ? ഈ എൻറിച്ച്ഡ് യുറാനിയം പേഴ്സൺ എന്ന് പറയുമ്പോൾ ഈ പലപ്പോഴും യുറാനിയം 235 കുറേ ഉണ്ടല്ലോ. യുറാനിയം 235 ഉണ്ട്, യുറാനിയം 238 ഉണ്ട്. ഈ യുറാനിയം 235 എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ടൊരു ന്യൂക്ലിയർ റിയാക്ഷൻ, ഇപ്പം ഇങ്ങനെ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ ഉണ്ടെങ്കിൽ ആ ന്യൂക്ലിയർ റിയാക്ഷന് അത്രയും ഫിസൈൽ അല്ല, ഇറ്റ്സ് നോട്ട് ഫിസൈൽ. ഈ ന്യൂക്ലിയർ റിയാക്ഷൻ സസ്റ്റെയിൻ ചെയ്യില്ല, നോർമൽ യുറാനിയം 235 ചെയ്യില്ല. അപ്പോൾ ഇതിനെ എൻറിച്ച് ചെയ്യണം. ഇതിനെ എൻറിച്ച് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് ഈ പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അല്ലാതെ നാച്ചുറലി കിട്ടുന്ന U35 എന്ന് പറയുന്നത് യുറാനിയം 235 അത് ഫിസൈൽ അല്ലെന്നാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഫിസൈൽ. സോ ആ ന്യൂക്ലിയർ റിയാക്ഷൻ സ്റ്റാൻഡ് ചെയ്യില്ല അത്. അപ്പോൾ അതുകൊണ്ട് അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതിനെ എൻറിച്ച് ചെയ്യണം. ഇറാൻ ന്യൂക്ലിയർ പവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴും IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, വളരെ കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ആ വാർത്തയും കൂടെ മനസ്സിലാക്കുക. പിന്നെ സിറിയയിലെ കുറേ സ്ഥലങ്ങൾ പറയുന്നത് നമ്മൾ ഓൾറെഡി അലപ്പോ കണ്ടിരുന്നു. വെർ ഇസ് അലപ്പോ? ഇപ്പോൾ അലപ്പോ ഉണ്ട്, ഹമ കഴിഞ്ഞ് ഇനി അടുത്ത ഹോമാണ്. ഇതൊക്കെ സ്ഥലങ്ങളാണ് അവിടുത്തെ. അലപ്പോ, ഹമ, ഹോം എന്നുള്ള സ്ഥലങ്ങളെല്ലാം സിറിയയിലുള്ള സ്ഥലങ്ങളാണ് പറയുന്നത്. ഇസ്രായേലിൽ പിന്നെയും ആൾക്കാർ മരിച്ചു. വെരി ഡിഫിക്കൾട്ട്. പിന്നെ ചൈന വോൺസ് തായ്വാൻ. ഇവിടെയും വലിയൊരു ഇഷ്യൂ നടക്കുന്ന ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു സൈഡിൽ ചൈനയുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ തായ്വാൻ ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ USA ഉണ്ട്. ചൈന പറയുന്നു
ഒബ്വിയസ്ലി ചൈന പറയുന്ന കാര്യം തായ്വാൻ ഇസ് എ പാർട്ട് ഓഫ് ചൈന. തായ്വാൻ ഞങ്ങളുടെ ഭാഗമാണ്, പക്ഷെ തായ്വാൻ അത് അംഗീകരിക്കുന്നില്ല. ഇപ്പോഴത്തെ സൈഡിൽ യു എസിന് ചൈനയെ ഇഷ്ടമല്ല. ഒബ്വിയസ്ലി യു എസ് തായ്വാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൈന ഇപ്രാവശ്യം വാൺ ചെയ്യാണ്, അനാവശ്യമായിട്ട് തായ്വാൻ യു എസിൻ്റെ ഹെൽപ്പ് എടുത്താൽ യു വിൽ ഹിറ്റ് എൻ എ വാൾ, നിങ്ങൾക്കുള്ള പണി ഞങ്ങൾ തരുന്നില്ലേ, പേടിപ്പിക്കുകയാണ്. സോ അത് ഓർത്ത് വെക്കുക. റഷ്യ വിൽ യൂസ് ഓൾ മീൻസ് ടു ഡിഫെൻഡ് ഇറ്റ്സ് ഇൻട്രസ്റ്റ്. റഷ്യ പറയാണ് എന്ത് സംഭവിച്ചാലും റഷ്യക്കെതിരെ എന്തെങ്കിലും സംഭവം നടത്തിയാൽ റഷ്യ ഉദ്ദേശിക്കുന്ന എന്ത് വിധേനയും റഷ്യ അത് നേരിടും എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. സോ സൺഡേയിലത്തെ വാർത്ത ഇന്ന് അടുത്ത ഐ ആക്ച്വലി അപ്ലോഡ് ഇറ്റ് ഇൻ ദ ഈവനിങ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ലിസൺ ടു IAS ഫാക്ടർ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് UPSC പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യാം അവർക്ക്. സോ വിൽ സി അടുത്ത ക്ലാസ്സിൽ കാണാം. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ. താങ്ക് യു സോ മച്ച്.